മൂവിംഗ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസത്തിലെ 4ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ മാഗ്നറ്റിക് ഫോഴ്സ്, മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കുകളെ ബേസ് ചെയ്തുകൊണ്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു. മാഗ്നറ്റിക് ലോറൻസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞിരുന്നു. 2ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മോഷൻ ഓഫ് എ ചാർജ്ഡ് പാർട്ടിക്കിൾ ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് എന്നുള്ള ടോപ്പിക്കായിരുന്നു. അതിൽ 2 കണ്ടീഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. സൈക്ലോട്രോൺ മോഷനെ കുറിച്ച് പറഞ്ഞിരുന്നു, അതിൻ്റെ ഫ്രീക്വൻസി, അതിൻ്റെ റേഡിയസ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ദെൻ അതിൽ അവസാനമായിട്ട് നമ്മൾ സൈക്ലോട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ ആക്സിലറേറ്ററിനെ കുറിച്ചാണ് പറഞ്ഞിരുന്നത്. 3ാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ബയോട്ട് സാവാർട്ട്സ് ലോ എന്ന് പറയുന്ന ഒരു കറണ്ട് ക്യാരിങ് എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്, ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷനുമായി ബന്ധപ്പെട്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയ ലോ ആയിരുന്നു ബയോട്ട് സാവാർട്ട്സ് ലോ. അതിൻ്റെ ആപ്ലിക്കേഷനായിട്ട് നമ്മൾ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സിസ് ഓഫ് എ സർക്കുലാർ കോയിൽ എന്നുള്ള ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. കൂട്ടത്തിൽ നമ്മൾ സർക്കുലാർ കോയിൽ ഒരു ഡൈപോൾ ആണെന്നും ആ ഡൈപോളിൻ്റെ നോർത്ത് പോൾ, സൗത്ത് പോൾ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം, ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ഓക്കെ, അപ്പം അന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നു. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതിൻ്റെ മറ്റൊരു ലോ ആണ്. ദാറ്റ്സ് വാട്ട്സ് കോൾഡ് ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. ഈ ചാപ്റ്ററിൽ വരുന്ന മാഗ്നറ്റിക്സുമായി ബന്ധപ്പെട്ട് വരുന്ന 2ാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണിത്, ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ. അവിടെ നേരത്തെ നമ്മൾ ഒരു കറണ്ട് ക്യാരിങ് എലമെൻറ്റ് അതിൻ്റെ സറൗണ്ടിങ്സിലെ ഒരു പോയിന്റിൽ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു ക്ലോസ്ഡ് ലൂപ്പുമായി ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡാണ്. നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ഗോസസ് ലോ പറഞ്ഞിരുന്നു. ഗോസ് ലോയുമായി ബന്ധപ്പെട്ട് നമ്മളൊരു ഗോഷ്യൻ സർഫസ് ഇമാജിൻ ചെയ്ത് അതിലൂടെ പോകുന്ന ടോട്ടൽ ഫ്ലക്സ്, അതിനുള്ളിലിരിക്കുന്ന ചാർജിൻ്റെ നെറ്റ് എമൗണ്ടിന് 1/ε0 ടൈംസ് എന്നുള്ള രീതിയിലൊക്കെ ഒരു ഡിസ്കഷൻ വന്നിരുന്നു അല്ലേ. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നമ്മൾ ആ ലോയുമായി ബന്ധപ്പെട്ട് പഠിച്ചിരുന്നു. ഇവിടെ അതിന് സിമിലർ ആയിട്ടുള്ള ഒരു ലോ ആണത്. ഒരു ക്ലോസ്ഡ് ലൂപ്പ്, നമ്മൾ ഒരു സർഫസിൻ്റെ ബൗണ്ടറി ആയിട്ട് വരുന്ന ഒരു ക്ലോസ്ഡ് ലൂപ്പുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ഈ ലോയിൽ നിന്ന് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് ഡിഫറെൻ്റ് ഷേപ്പിലുള്ള കറണ്ട് ക്യാരിങ് കോയിലുകളുടെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മൾ നേരത്തെ സർക്കുലാർ കോയിലിൻ്റെ ആക്സിസിലെ ഫീൽഡ് ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ ഉപയോഗിച്ചത് ബയോട്ട് സാവാർട്ട്സ് ലോ ആയിരുന്നു അല്ലേ. അവിടെ നമ്മളൊരു എലമെൻറ്റിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് എടുത്ത് അതുപോലെയുള്ള എലമെൻറ്റുകൾ കൂടിച്ചേർന്നതാണ് ആ സർക്കിൾ എന്ന് പറഞ്ഞ് അത് നമ്മൾ ആഡ് ചെയ്യായിരുന്നു അല്ലേ, അതിന് കമ്പോണൻസ് ഒക്കെ ആക്കി തിരിച്ച്. എന്നാൽ ഇത്തരം ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഈ ലോ വെച്ച് കുറച്ചുകൂടി ഈസി ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. ഏതായാലും നമുക്കതിന് ആപ്ലിക്കേഷൻസ് വരുമ്പോൾ അത് കൂടുതൽ ക്ലിയർ ആവും. അത് നമ്മൾ ഈ ലോയുടെ സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് പഠിച്ചു വെക്കാം. അത് പഠിക്കാൻ വേണ്ടി ഞാനിവിടെ ഒരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. ആ പിക്ചറിൽ കുറേ ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇത് കറണ്ടാണ്, ഒന്നിലധികമോ കറണ്ട് വരാം. അതുകൊണ്ട് അതിന് ടോട്ടൽ കറണ്ടിന് ഞാൻ I എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ഒന്നിലധികമോ കറണ്ട് ഉണ്ടാവാം, കണ്ടക്ടേഴ്സ് ആവാം. അപ്പോൾ ആ കറണ്ടിന് I എന്ന് കൊടുത്തു. ഓക്കെ, ടോട്ടൽ കറണ്ട് ഫ്ലോയിങ് ത്രൂ ദാറ്റ് ഏരിയ. അവിടെ ഞാനൊരു സർഫസ് ഇമാജിൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ഇവിടെ ഷെയ്ഡ് ചെയ്തിട്ടുള്ള ഒരു സർഫസ് ഇമാജിൻ ചെയ്തിട്ടുണ്ട്. ആ സർഫസിനൊരു ബൗണ്ടറി ഉണ്ട് അല്ലേ, ഒരു സർഫസ്, ആ സർഫസിന് ഒരു ബൗണ്ടറി ഉണ്ട്. ആ ബൗണ്ടറിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആ ബൗണ്ടറിക്ക് ഉള്ളിലൂടെയാണ് എന്ത് പാസ് ചെയ്യുന്നത്, നമ്മളെ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് അല്ലെങ്കിൽ കറണ്ട്സ് എന്ത് ചെയ്യുന്നത്, ഫ്ലോ ചെയ്യുന്നത്. ഇങ്ങനെ ഒരു കൺസെപ്റ്റിൽ നിന്നാണ് നമ്മൾ ഈ ലോയിലേക്ക് വരുന്നത്. ഇവിടെ പറയുന്നത് ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ട് അല്ലേ. ആ ബൗണ്ടറി എന്ന് പറഞ്ഞാൽ ഒരു ക്ലോസ്ഡ് ലൂപ്പാണ്. ആ ക്ലോസ്ഡ് ലൂപ്പുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് മീൻസ് ക്ലോസ്ഡ് ലൈൻ ഇൻ്റഗ്രൽ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇൻ്റഗ്രൽ B.dl. ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് μ0I ആണെന്നാണ് ലോയിൽ പറയുന്നത്. μ0 എന്താ നമുക്കറിയാം, പെർമിയബിലിറ്റി ഓഫ് എയർ ആണ്. നമ്മൾ എയർ എന്നുള്ള മീഡിയത്തിലാണ് കറണ്ട് പാസ് ചെയ്യുന്നുള്ള കൺസെപ്റ്റ് എടുത്തുകൊണ്ട് ദെൻ I എന്ന് പറഞ്ഞാൽ അവിടെ പാസ് ചെയ്യുന്ന ടോട്ടൽ കറണ്ട് I ആണെങ്കിൽ ദ law states that line integral of magnetic field over a closed loop അല്ലെങ്കിൽ over a closed boundary is equal to μ0 times the net current passing through that boundary. ഒരു ബൗണ്ടറിയുടെ പോകുന്ന നെറ്റ് കറണ്ടിനെ μ0 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് ചെയ്യാം, അവിടെ നമ്മളൊരു ലൂപ്പ് കൺസിഡർ ചെയ്യുന്ന ആ ലൂപ്പുമായിട്ട് ബന്ധപ്പെട്ട മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ലൈൻ ഇൻ്റഗ്രൽ കാൽക്കുലേറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി ഞാൻ പറയാം, സ്റ്റേറ്റ്മെൻറ്റ് പഠിച്ചു വെക്കാം. ആംബിയേഴ്സ് സർക്യൂട്ടൽ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് the line integral of magnetic field over a closed loop is equal to μ0 times the net current enclosed by the loop.
ഓക്കെ, ഇതാണ് സ്റ്റേറ്റ്മെന്റ്. അതിന് മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആയാലും മതി. ദാറ്റ് ഈസ് ക്ലോസ്ഡ് ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു മ്യൂ 0 ഐ. നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ലോ ഉപയോഗിച്ച് നമുക്ക് ചില കറണ്ട് ക്യാരിയിങ് കണ്ടക്ടേഴ്സിൻ്റെ ഒക്കെ മാഗ്നറ്റിക് ഫീൽഡ്, ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് ഈസിയായി കാൽക്കുലേറ്റ് ചെയ്യാം. നമുക്കൊരു എലമെന്റിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ നേരത്തെ ബയോട്ട് സെർവേഴ്സിലോ യൂസ് ചെയ്തിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറാണ്. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിലൂടെ ഐ കറണ്ട് പോകുന്നു. ഇവിടെ നമ്മൾ ഒന്നിലധികം കറണ്ട്സ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ ഈ ഒരു ഈസിനെസ്സിന് വേണ്ടി ഞാൻ ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ്, ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിങ് കണ്ടക്ടർ എടുത്തു. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് ഇതിൽ നിന്ന് r ഡിസ്റ്റൻസ് അകലെയുള്ള ഒരു പോയിന്റ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കുക. ആ പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് എത്രയാണ്? ടോട്ടൽ മാഗ്നറ്റിക് ഫീൽഡ്. ഇതിലൂടെ പാസ് ചെയ്താൽ കുറേ എലമെന്റ്സ് ഉണ്ട് അല്ലേ, അതൊന്നും നോക്കണ്ട. നമ്മൾ ഈ കണ്ടക്ടർ ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ടോട്ടൽ വാല്യൂ എത്രയാണ് ഈ പോയിന്റിൽ. ഇതിനു വേണ്ടി നമ്മൾ ഇവിടെ ഒരു ലൂപ്പ് കൺസിഡർ ചെയ്യേണ്ടതുണ്ട്. നമ്മൾ പറഞ്ഞ ഒരു ബൗണ്ടറി ഉണ്ട്, അല്ലെങ്കിൽ ലൂപ്പുമായി റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ പറയുന്നത്. ആ ലൂപ്പിൽ നമ്മൾ ആംപീരിയൻ ലൂപ്പ് എന്നാ പറയാം. ഓക്കെ, നമ്മൾ ഗോഷ്യൻ സർഫസ് എന്നൊക്കെ ഗോസസ് ലോയിൽ പറഞ്ഞ പോലെ ഇവിടെ അതിന് ആംപീരിയൻ ലൂപ്പ് എന്നാ പറയാം. അപ്പോൾ നമുക്ക് എവിടുത്തെ ഫീൽഡാണോ കാണേണ്ടത് അത് ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. അപ്പോൾ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ആ ആംപീരിയൻ ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത് ആയിരിക്കണം ഈ ഇന്റഗ്രൽ ഡി എൽ എന്ന് പറയുന്നത്. മാത്രമല്ല ബി എന്നുള്ള വാല്യൂ ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് വരണം. അപ്പോഴല്ലേ നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് ബി ഈക്വൽ ടു എന്നൊരു ഇക്വേഷൻ എഴുതാൻ പറ്റുള്ളൂ. അപ്പം അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു ലൂപ്പാണ് കൺസിഡർ ചെയ്യുന്നത്. എങ്ങനെയാ? ഒരു സർക്കുലാർ ലൂപ്പ്. സർക്കുലാർ ലൂപ്പിന്റെ റേഡിയസ് എന്തായിരിക്കണം? r റേഡിയസ്. നമ്മൾ നേരത്തെ പറഞ്ഞു പിയിലേക്കുള്ള ദൂരം എത്രയാണ്? നമുക്ക് കാണേണ്ട പോയിന്റിലേക്കുള്ള ദൂരം r ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കണ്ടക്ടറിന്റെ ചുറ്റുഭാഗത്തും r റേഡിയസ് ഉള്ള ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ആ ലൂപ്പിലൊരു പോയിന്റാണ് നമുക്ക് കാണേണ്ട പോയിന്റായ p. ഇനി നമുക്കിതിൻ്റെ ലോയുടെ കേസിലേക്ക് വരാം. അപ്പോൾ നോക്കൂ, ഇതിലൊരു എലമെന്റ് ആണ് ഈ നമ്മൾ കൺസിഡർ ചെയ്ത ആംപീരിയൻ ലൂപ്പിലെ ഒരു ചെറിയ ഭാഗമാണ് എന്ത്, ഡി എൽ എന്ന് പറയുന്നത്. മാത്രമല്ല ഈ ആംപീരിയൻ ലൂപ്പിലേക്ക് ഈ സ്ട്രെയിറ്റ് കണ്ടക്ടർ എന്നുള്ള ദൂരം എല്ലായിടത്തേക്കും എന്താണ്, സെയിം ആണ്. അങ്ങനെയാണെങ്കിൽ പി മാത്രമല്ല ഈ ആംപീരിയൻ ലൂപ്പിലെ ഓരോ പോയിന്റിന്റെയും മാഗ്നറ്റിക് ഫീൽഡ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആയിരിക്കും. പിയിലെ വാല്യൂ തന്നെ ആയിരിക്കും ഈ ആംപീരിയൻ ലൂപ്പിലെ മറ്റുള്ള എല്ലാ പോയിന്റിലും. അപ്പോൾ ബി എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് നമുക്ക് കിട്ടി. ദെൻ മറ്റൊന്ന് ബി ഡോട്ട് ഡി എൽ അല്ലെ. എന്താ ബി ഡോട്ട് ഡി എൽ എന്ന് പറഞ്ഞാൽ ബി ഇൻറ്റു ഡി എൽ ഇൻറ്റു കോസ് തീറ്റയാണ്. ഇപ്പോൾ തീറ്റ എന്ന് പറഞ്ഞാൽ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ ആണ്. നമ്മൾ ഈസ്റ്റേഴ്സ് എക്സ്പെരിമെൻ്റ് ഒക്കെ പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിൻ്റെ ചുറ്റുഭാഗത്ത് എന്തുണ്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അതിൻ്റെ സർക്കുലാർ ഷേപ്പാണ് നമ്മൾ പറഞ്ഞിരുന്നില്ലേ. ആ സർക്കുലാർ ഷേപ്പ് ആകുമ്പോൾ നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ള ആംപീരിയൻ ലൂപ്പ് എന്ത് തന്നെയാണ്, ഇപ്പം സർക്കിളാണ്. മാഗ്നറ്റിക് ഫീൽഡ് എന്താണ്, കോൺസെൻട്രിക് സർക്കിൾസ് ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ 0 ആയിരിക്കും അല്ലേ. രണ്ടും ഒരേ സർക്കിൾ തന്നെയാണല്ലോ. ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ മാഗ്നറ്റിക് ഫീൽഡിലൂടെ തന്നെയാണ് നമ്മൾ എന്തെടുത്തുള്ളത്, ആംപീരിയൻ ലൂപ്പ് എടുത്തുള്ളത്. ദെൻ ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ ഈസ് 0. ദെൻ ഹിയർ വി ക്യാൻ ടേക്ക് തീറ്റ ഈക്വൽ ടു 0. ഓക്കെ, ദെൻ നമുക്കത് റീഅറേഞ്ച് ചെയ്യാം. നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് കോൺസ്റ്റന്റ് ആണ്, ഇന്റഗ്രേഷന്റെ പുറത്തേക്ക് എടുത്തു. പിന്നെ ഉള്ളത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എൽ അല്ലെ, ഡോട്ട് ഒഴിവാക്കി. കാരണം കോസ് തീറ്റയുടെ വാല്യൂ എത്രയാണ്, 1 ആണ്. കോസ് 0 1. ദെൻ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടിയത് മ്യൂ 0 ഇൻറ്റു ഐ ആണ്. നമുക്ക് കിട്ടേണ്ടത് എന്താ, ബി ഈക്വൽ ടു എന്ന് പറഞ്ഞ ഇക്വേഷനാണ് മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ദിസ് പോയിന്റ്. ദെൻ അതിനുവേണ്ടി നമ്മൾ ബി ഇൻറ്റു ഈ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എല്ലിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. ഡി എൽ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ ലൂപ്പിലെ ചെറിയൊരു ഭാഗമാണ് ഡി എൽ. അതിനെ ക്ലോസ്ഡ് ഇന്റഗ്രൽ ചെയ്താൽ ആ ക്ലോസ്ഡ് ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത് എടുക്കേണ്ടത് അല്ലേ. ക്ലോസ്ഡ് ഇന്റഗ്രൽ നമ്മൾ പലതവണ ഗോസ് ലോയിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ദെൻ അങ്ങനെയാണെങ്കിൽ r റേഡിയസ് ഉള്ള ഈ ലൂപ്പിന്റെ ടോട്ടൽ ലെങ്ത് എത്രയാ, അതിന്റെ സർക്കംഫറൻസ് അല്ലെ, എത്രയാണത്, 2πr ആണ്. അപ്പോൾ ഇന്റഗ്രൽ ക്ലോസ്ഡ് ഇന്റഗ്രൽ ഡി എല്ലിന്റെ വാല്യൂ നമുക്ക് 2πr എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈക്വൽ ടു മ്യൂ 0 ഇൻറ്റു ദ നെറ്റ് കറണ്ട് എൻക്ലോസ്ഡ് ബൈ ദിസ് ലൂപ്പ്. നമ്മളിവിടെ ഒരു കറണ്ട് കൺസിഡർ ചെയ്തിട്ടുള്ളൂ. ഒന്നിലധികം ഉണ്ടെങ്കിൽ i1 പ്ലസ് i2 എന്ന് എഴുതണം. ഇവിടെ നമ്മൾ ഒന്ന് മാത്രമേ ഉള്ളൂ, ആ i എന്ന് തന്നെ കൊടുക്കാം നമുക്ക്. ദാറ്റ് ഇസ് i. ദെൻ വി ഗെറ്റ് ദ ആൻസർ. therefore b ഈക്വൽ ടു നമുക്ക് എന്ത് പറയാം, മ്യൂ 0 ഇൻറ്റു i ബൈ 2πr എന്ന് പറയാം. That is final answer. Magnetic field at a point distant r from a straight current carrying conductor B equal to mu 0 I by 2πr. അപ്പോൾ I എന്ന് പറഞ്ഞാൽ സ്ട്രെങ്ത് ഓഫ് കറണ്ട് ആണ്. കറണ്ട് കൂടിയാൽ മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കൂടും. ഡിസ്റ്റൻസ് കൂടുന്തോറും ദൂരേക്ക് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് കുറയും.
അപ്പോൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുഭാഗത്തുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡ് സർക്കുലാർ ഷേപ്പ് ആയിരിക്കും. സർക്കുലാർ ഷേപ്പ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് മറ്റൊരു കാര്യം കൂടി നമ്മൾ ഇമാജിൻ ചെയ്യണം. ഇവിടെ ഒരു സർക്കിൾ ഉണ്ട് അല്ലേ, കുറച്ച് ദൂരത്തേക്ക് പോകുമ്പോൾ അവിടെ വേറൊരു സർക്കിൾ ആയിരിക്കും, റേഡിയസ് കൂടിയൊരു സർക്കിൾ. ദെൻ കുറച്ചുകൂടി ദൂരത്തേക്ക് പോകുമ്പോൾ അവിടെ എന്തായിരിക്കും, റേഡിയസ് വീണ്ടും കൂടിയ സർക്കുലാർ ഷേപ്പിലായിരിക്കും. മാത്രമല്ല തൊട്ട് താഴെയൊക്കെ ഉണ്ടല്ലേ, ഇതുപോലെ തൊട്ട് താഴെയുള്ള ഒരു പോയിന്റിന്റെ ചുറ്റുഭാഗത്തും ഇതുപോലെയുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ഷേപ്പ് എന്തായിരിക്കും, ഒരു സിലിണ്ടറിക്കൽ ഷേപ്പ് ആയിരിക്കും അല്ലേ. അപ്പോൾ നമുക്ക് ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന്റെ ചുറ്റുഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് പിന്നെ ഒരു സിലിണ്ടറിക്കൽ സിമ്മട്രി ഉണ്ട് എന്ന് പറയും അല്ലേ. കോൺസെൻട്രിക് സർക്കിൾസ് ആണെന്ന് പറഞ്ഞ പോലെ കോൺസെൻട്രിക് സിലിണ്ടേഴ്സ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ ഇമാജിൻ ചെയ്യാം. അപ്പോൾ നമുക്ക് അങ്ങനെ ഒരു പോയിന്റ് വേണമെങ്കിൽ ഇതുകൊണ്ട് മനസ്സിലാക്കി വെക്കാം, ഇറ്റ് ഹാസ് എ സിലിണ്ടറിക്കൽ സിമ്മട്രി എന്നുള്ള കൺസെപ്റ്റ്. ഓക്കെ, അതുപോലെ ഇതിന്റെ ഡയറക്ഷൻ, മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണാൻ നമ്മൾ റൂൾ പഠിച്ചു. എന്തായിരുന്നു, റൈറ്റ് ഹാൻഡ് ഗ്രാസ്പ് റൂൾ എന്ന് പറയുന്ന റൂൾ പഠിച്ചിരുന്നു. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിനെ നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് പിടിക്കുന്നതായിട്ട് ഇമാജിൻ ചെയ്താൽ എങ്ങനെ ഇമാജിൻ ചെയ്യണം, സ്ട്രെച്ച്ഡ് തമ്പ് കറണ്ടിന് ഡയറക്ഷനിൽ പിടിച്ചാൽ കേൾഡ് ഫിംഗേഴ്സ് എന്തായിട്ട് ആക്ട് ചെയ്യുന്ന പറയുന്നത് മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ ആയിട്ട് ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് ചുറ്റുഭാഗത്തും ഏത് രീതിയിലാണ്, ഇങ്ങനെയാണോ ഓപ്പോസിറ്റ് ആയിട്ടാണോ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ എന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇത് നേരത്തെ നമ്മൾ ഈസ്റ്റേഴ്സ് എക്സ്പെരിമെന്റിന്റെ കൂടെ ഡിസ്കസ് ചെയ്തതുകൊണ്ട് വീണ്ടും പറയുന്നില്ല. എന്തായാലും മാഗ്നറ്റിക് ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡ് കാണാനുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ആംപിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ച് ഡിറൈവ് ചെയ്യാൻ പറ്റി. ഡയറക്ഷൻ കാണാൻ റൂൾ നമ്മൾ ഡിസ്കസ് ചെയ്താണ്, റൈറ്റ് ഹാൻഡ് ഗ്രാസ്പ് റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്നൊക്കെ പറയുന്ന റൂൾ ഉപയോഗിച്ച് നമുക്കത് ഐഡന്റിഫൈ ചെയ്യാം. മറ്റൊന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഈ മാഗ്നറ്റിക് ഫീൽഡിന് ഒരു സിലിണ്ടറിക്കൽ സിമ്മട്രി ഉണ്ട് എന്നുള്ളതാണ്. ഇനി ഇതുമായി റിലേറ്റ് ചെയ്ത് നമ്മൾ പഠിച്ചു വെക്കേണ്ട മറ്റൊരു കേസ്, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് ചുറ്റുഭാഗത്തുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡിസ്റ്റൻസ് അനുസരിച്ചുള്ള വേരിയേഷൻ എങ്ങനെയായിരിക്കും, അതിനൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അത് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു സ്ട്രെയിറ്റ് കണ്ടക്ടർ ഇമാജിൻ ചെയ്തു. അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കൂടി എടുത്തു. കുറച്ചുകൂടി മനസ്സിലാവുന്നതിന് വേണ്ടി ഞാൻ കുറച്ച് തിക്കായിട്ട് ഇതിനെ കാണിച്ചു. ഈ കണ്ടക്ടറിലൂടെ ഐ കറണ്ട് പാസ് ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കാം. ഓക്കെ, ഐ കറണ്ട് പാസ് ചെയ്യുന്ന ഈ സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ റേഡിയസിനെ ഞാൻ അല്ലേ, സെൻറ്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസിനെ ഞാൻ സ്മോൾ ലെറ്റർ എ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തു. ഇനി നമുക്ക് കാണേണ്ടത് ഈ സെൻട്രലിൽ നിന്നും പുറത്തേക്ക് പോകുന്തോറും അതുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി എങ്ങനെയാണ് മാറുന്നത്. ഇത് നമ്മൾ സ്റ്റഡി ചെയ്തപ്പോൾ മനസ്സിലാക്കുന്നത് ഏറ്റവും സെൻട്രലിൽ മാഗ്നറ്റിക് ഫീൽഡ് 0 ആയിരിക്കും. ദെൻ പുറത്തേക്ക് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡ് കൂടി വരുന്നു. ദെൻ സർഫസിലെത്തുമ്പോൾ അത് മാക്സിമം ആവുന്നു. സർഫസിന് പുറത്തേക്ക് പോകുന്തോറും നമ്മൾ നേരത്തെ കണ്ടു μ0 I/2πr ആണ്. R കൂടുന്തോറും B കുറയുന്നു. അപ്പോൾ പുറത്തേക്ക് പോകുന്തോറും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നു. ഇതിനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും, നമ്മൾ എപ്പോഴും ഗ്രാഫ് വരയ്ക്കുന്ന പോലെ ഇവിടെ എടുക്കാം. 6 എന്ന് പറഞ്ഞാൽ ഈ സെൻട്രൽ പോയിന്റിൽ നിന്നുള്ള ഡിസ്റ്റൻസിന് 6 എക്സ് ആക്സിൽ എടുത്തു. വൈ ആക്സിസിൽ ഓരോ പോയിന്റിലെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കുകയാണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെ വരും എന്നാണ് പറയുന്നത്. ആദ്യം ഇതിങ്ങനെ കൂടി വരും. ഏതുവരെ കൂടുന്ന പറയുന്നത് സർഫസ് വരെ കൂടും. ഇവിടെ R = എത്രയായിരിക്കും, A എന്ന് പറയുന്ന പോയിന്റ്, ഇവിടെ 0 പോയിന്റാണ്. ദെൻ പുറത്തേക്ക് പോകുന്തോറും ഇത് ഇങ്ങനെ കുറഞ്ഞ് പാരലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എങ്ങനെയായിരിക്കും, ഇവിടെ മാഗ്നറ്റിക് ഫീൽഡ് B is proportional to R ആണ്. സെൻട്രലിൽ നിന്ന് സർഫസ് വരെ മാഗ്നറ്റിക് ഫീൽഡ് is directly proportional to R. ആ ഡിസ്റ്റൻസ് കൂടുന്തോറും സ്ട്രെങ്ത് ലീനിയർ ആയിട്ട് കൂടി വരികയാണ്. ദെൻ ഇവിടെ പുറത്തേക്ക് പോകുന്തോറും B = നമ്മൾ പഠിച്ചു μ0 I/2πr. ബാക്കിയുള്ളതൊക്കെ കോൺസ്റ്റന്റ് ആക്കി നമ്മൾ പറയുകയാണെങ്കിൽ കറണ്ട് വാരി ചെയ്യാത്തൊരു കൺസെപ്റ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, B proportional to 1/r എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിലൊരു ഗ്രാഫ് നമുക്ക് വരയ്ക്കാൻ പറ്റും. വേരിയേഷൻ ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് സറൗണ്ടഡ് ബൈ എ കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് കണ്ടക്ടർ. ഓക്കെ, ദെൻ ഇതാണ് നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ട് ലോയുമായി റിലേറ്റ് ചെയ്ത് പഠിക്കുന്ന ആദ്യത്തെ കുറച്ച് ഭാഗങ്ങൾ. ഇനി നമുക്കതിൻ്റെ ആപ്ലിക്കേഷൻസ് ആണ് പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ ഇതിൽ പഠിച്ചത് ആദ്യമായിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ടത് ഇതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ആണ്. എന്തായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ്? The line integral of magnetic field over a closed loop is equal to μ0 times the net current enclosed by the loop. Okay, equation closed integral B dot dl equal to μ0 I. Okay, then അതിൽ നിന്ന് നമ്മൾ പഠിച്ച മറ്റൊരു കേസ് ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനായിരുന്നു. R ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് ആൻസർ നമുക്ക് കിട്ടിയത് μ0 I/2
2πr. അതിൻ്റെ സിലിണ്ടറിക്കൽ സിമ്മട്രിയെ കുറിച്ച് നമ്മൾ പറഞ്ഞു, അതിൻ്റെ ഡയറക്ഷൻ കാണാനുള്ള കൺസെപ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അവസാനമായി നമ്മൾ പറഞ്ഞത് ആ മാഗ്നറ്റിക് ഫീൽഡ് ഡിസ്റ്റൻസിനനുസരിച്ച് വാരി ചെയ്യുന്ന ഗ്രാഫ് എങ്ങനെയാണ് വരച്ചെടുക്കുക എന്നുള്ളതാണ്. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ ചില ആപ്ലിക്കേഷൻസിലേക്ക് പോകാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആംപിയർ സർക്യൂട്ട് ലോയുടെ ഒരു ആപ്ലിക്കേഷനാണ്. ദാറ്റ് ഈസ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. നമ്മൾ നേരത്തെ അതിനൊരു ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിൽ എന്ത് പഠിച്ചു? ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് കാണാൻ പഠിച്ചു. സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ആൻസർ കിട്ടിയത് B = μ0I/2πr അല്ലേ? അതിന് സർക്കുലർ ഷേപ്പാണ് നമ്മൾ പറഞ്ഞു. ആ ഷേപ്പ് കാണാനുള്ള റൂൾ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു. എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് ഗ്രിപ്പ് റൂൾ എന്ന് പറയുന്ന റൂൾ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ? ദെൻ ആ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ ഒരു കൺസെപ്റ്റ് നേരത്തെ ഈസ്റ്റേഡ്സ് എക്സ്പെരിമെന്റിന്റെ കൂടെ തന്നെ പഠിച്ചിരുന്നു. എന്തായിരുന്നു? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അത് ഉപയോഗിച്ച് നമ്മൾ ആ സർക്കിളിന്റെ ഡയറക്ഷൻ, അല്ലെങ്കിൽ അത് ക്ലോക്ക് വൈസ് ആയിരിക്കും ആന്റി ക്ലോക്ക് വൈസ് ആയിരിക്കും എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കേസാണ്. ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു സോളിനോയിഡ് ആണ്. സോളിനോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു എനാമൽഡ് ആയിട്ടുള്ള ഒരു കണ്ടക്ടർ അല്ലേ? നമ്മൾ ഇൻസുലേറ്റർ കൊണ്ട് പൊതിഞ്ഞ ഒരു കണ്ടക്ടർ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്തിട്ടുള്ള, ഒരു ദണ്ടിന്റെ മുകളിൽ ചുറ്റിയെടുത്താൽ മതി, അങ്ങനെ ഹെലിക്കൽ ഷേപ്പിൽ ചുറ്റിയെടുത്തിട്ടുള്ള ഒരു കണ്ടക്ടറാണ് നമ്മൾ എന്തായിട്ട് പറയുന്നത്? സോളിനോയിഡ്. നമ്മൾ കമ്പിച്ചുരുൾ എന്നൊക്കെ രീതിയിൽ പറയാറുണ്ട് അല്ലേ? അപ്പോൾ ഒരു സോളിനോയിഡ് ഉണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്തായിരിക്കും, അല്ലെങ്കിൽ മാഗ്നറ്റിക് ഫീൽഡ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഏതുപയോഗിച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ പോകുന്നത്? ആംപിയേഴ്സ് സർക്യൂട്ട് ലോ. അപ്പോൾ ആംപിയർ സർക്യൂട്ട് ലോ യൂസ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? ഒരു ആംപീരിയൻ ലൂപ്പ് വേണം അല്ലേ? നമ്മൾ നേരത്തെ സ്ട്രെയിറ്റ് കണ്ടക്ടറിന് ചുറ്റുഭാഗത്ത് ഒരു ആംപീരിയൻ ലൂപ്പ് എടുത്തിരുന്നു അല്ലേ? ഇവിടെ അതുപോലെ ലൂപ്പ് നമ്മൾ എടുക്കണം. അപ്പം ഇതൊരു സോളിനോയിഡ് എന്ന് പറയുന്നത് ഒരു ലീനിയർ സ്ട്രക്ചർ ആയതുകൊണ്ട് നമുക്കൊരു സർക്കിൾ പോലെയുള്ള ഒരു ലൂപ്പ് ഇവിടെ കൺസിഡർ ചെയ്യുക എളുപ്പമല്ല. ഓക്കെ, അപ്പോൾ അത് സോൾവ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞാനിവിടെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഈ സോളിനോയിഡിന് ഒരു ആക്സിസ് ഉണ്ടാവും അല്ലേ? ആക്സിസ്. ഒരു സോളിനോയിഡിന്റെ പ്രധാനമായിട്ടും അതിന്റെ ഫീൽഡ് കടന്നു പോകുന്ന ആക്സിസിലൂടെയാണ് നമ്മൾ പറയുന്നത്. നമുക്കറിയാം ഒരു സർക്കുലാർ കോയിലിന്റെ ഫീൽഡ് അതിന്റെ ആക്സിലൂടെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അങ്ങനെ കുറേ സർക്കുലാർ കോയിലുകൾ ചേർന്നതാണ് സോളിനോയിഡ്. ഓക്കെ, അപ്പോൾ ആ സർക്കുലാർ കോയിലുകൾ അങ്ങനെ ഒരു ചെറിയ ചെറിയ ഗ്യാപ്പോട് കൂടിയുണ്ടെന്നേ ഉള്ളൂ. ദെൻ അങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മളൊരു റെക്ടാങ്കുലർ ലൂപ്പാണ് എന്തായിട്ട് കൺസിഡർ ചെയ്യുന്നത്? ആംപീരിയൻ ലൂപ്പായിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. ഓക്കെ, ഇപ്പൊ നമുക്ക് കാണേണ്ടത് the magnetic field along the axis of the solenoid. ഈ സോളിനോയിഡിന്റെ ആക്സിലൂടെ പാസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എത്രയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ആ ആക്സിസിനെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഞാൻ എന്ത് കൺസിഡർ ചെയ്തു? ഒരു ആംപീരിയൻ ലൂപ്പ്. നേരത്തെ നോക്കൂ, ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ നിന്നും r ഡിസ്റ്റൻസ് അകലെയുള്ള പോയിന്റിലെ ഫീൽഡ് നമുക്ക് കാണാനുണ്ടായിരുന്നു അല്ലേ? അപ്പൊ ആ r ഡിസ്റ്റൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ എന്ത് കൺസിഡർ ചെയ്തിരുന്നു? ഒരു സർക്കുലാർ ആംപീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തിരുന്നു. ഇവിടെ അതുപോലെ തന്നെ ചെയ്താൽ മതി. എന്ത് ചെയ്താൽ മതി? ആക്സിലെ ഫീൽഡാണ് കാണേണ്ടത്. അപ്പോൾ ആക്സിസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റെക്ടാങ്കുലർ ലൂപ്പ് നമ്മൾ കൺസിഡർ ചെയ്തു. റെക്ടാങ്കുലർ ലൂപ്പിന് നമുക്കൊരു പേര് കൊടുക്കാം, ABCD. ഓക്കെ, നമ്മുടെ കയ്യിലുള്ള ഒരു കൺസെപ്റ്റ്, അല്ലെങ്കിൽ നമ്മൾ ആംപിയർ സർക്യൂട്ടെല്ലാം എടുത്ത് എഴുതുകയാണെങ്കിൽ വി ഹാവ് ദി ഇക്വേഷൻ ക്ലോസ്ഡ് ഇന്റഗ്രൽ B.dl = എന്താണ്? μ0I അല്ലേ? ദെൻ ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എടുക്കുന്ന ആംപീരിയൻ ലൂപ്പിന്റെ ടോട്ടൽ എടുക്കണം എന്നർത്ഥം അല്ലേ? ഓരോ ഭാഗവും ഇന്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ഇവിടെ 4 ഭാഗങ്ങളായിട്ട് നമുക്ക് അതിനെ തിരിച്ചെഴുതാൻ പറ്റും. നോക്കൂ, ഇന്റഗ്രൽ. ഓക്കെ, ക്ലോസ്ഡ് ഇന്റഗ്രലിന് പകരം നമുക്ക് ഏത് ചെയ്യാം? A to B ചെയ്യാം, B.dl പ്ലസ് ഇന്റഗ്രൽ B to C ചെയ്യാം, B.dl പ്ലസ് ഇന്റഗ്രൽ C to D ചെയ്യാം അല്ലേ? B.dl. അതുപോലെ പ്ലസ് ഇന്റഗ്രൽ D to A, B.dl ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? μ0I എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ഇതിനെ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതിയില്ലേ? A മുതൽ തുടങ്ങി ഇന്റഗ്രേറ്റ് ചെയ്ത് A വരെ എത്തണം, അതാണ് ക്ലോസ്ഡ് ഇന്റഗ്രൽ എന്ന് പറഞ്ഞാൽ. അപ്പോൾ A മുതൽ A വരെയുള്ള ആ ലൂപ്പിനെ നമ്മൾ 4 സെഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് എഴുതി. ഫ്രം A to B, B to C, C to D ആൻഡ് D to E. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൽ ഫസ്റ്റ് ടേമിന് മാത്രമേ വാല്യൂ ഉണ്ടാവുള്ളൂ. കാരണം ഈ 2 ടേം എടുക്കുമ്പോൾ AD എന്ന് പറയുന്ന ടേമും
ബി സി എന്ന് പറയുന്ന ടേമും എടുക്കുമ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് ഇതിൻ്റെ ആക്സിലൂടെയാണ്, അല്ലെങ്കിൽ ഇങ്ങനെ ലെഫ്റ്റ് റൈറ്റ് ആയിട്ടാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉള്ളത്. മാഗ്നറ്റിക് ഫീൽഡും ഈ എലമെൻറ്റും തമ്മിൽ 90 ഡിഗ്രി മേക്ക് ചെയ്യും. അപ്പോൾ ബി ഡോട്ട് ഡി എല്ലിന് ആൻസർ എന്തായി പോകും? 0 അല്ലേ. ബി ഇൻറ്റു ഡി എൽ ഇൻറ്റു കോസ് തീറ്റ വരും അല്ലേ. തീറ്റ 90 ആവുമ്പോൾ ഈ രണ്ട് ഭാഗങ്ങളിലും അല്ലേ ഫീൽഡും ഈ ലൂപ്പിൻ്റെ ലെങ്ത്തും തമ്മിൽ 90 ഡിഗ്രി ആയതുകൊണ്ട് ഈ രണ്ട് ടേമുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. ഇനി നമുക്ക് ബാക്കിയുള്ള നോക്കൂ. സി ടു ഡി എന്ന് പറയുന്ന ഈ ഔട്ടർ പോർഷൻ ആണ്. ഔട്ടർ പോർഷൻ ചെയ്യുമ്പോൾ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് നെഗ്ലജിബിൾ ആണെന്ന് പറയുന്നത്. ഒരു സോളിനോയിഡിൻ്റെ ഫീൽഡ് പ്രധാനമായിട്ട് ഇതിൻ്റെ ഉള്ളിലായിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തെ മാഗ്നറ്റിക് ഫീൽഡ് നെഗ്ലജിബിൾ ആയതുകൊണ്ട് ആ ടേമിനെയും നമുക്ക് എന്ത് ചെയ്യാം? ഒഴിവാക്കാം. അങ്ങനെ ഫൈനൽ റിസൾട്ട് എടുക്കുമ്പോൾ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻ്റഗ്രൽ എ ടു ബി ബി ഡോട്ട് ഡി എൽ ഈസ് ഈക്വൽ ടു എന്തായി മാറും? μ0 I എന്നായിട്ട് മാറും. ദെൻ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനെ നോക്കൂ. ഇത് മാത്രം എടുത്ത് ചെയ്യുമ്പോൾ വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ? നമ്മൾ പറഞ്ഞു മാഗ്നറ്റിക് ഫീൽഡ് ഈ ആക്സിലൂടെയാണ്. എ ടു ബി എന്ന് പറയുന്ന സെഷനിൽ ഒരു ചെറിയ ഡി എൽ നമ്മൾ കൺസിഡർ ചെയ്യാൽ ആ ഡി എല്ലും മാഗ്നറ്റിക് ഫീൽഡും നമ്മൾ എങ്ങനെ ആയിരിക്കും? അലോങ് ദ സെയിം ലൈൻ ആയിരിക്കും അല്ലേ. മാഗ്നറ്റിക് ഫീൽഡും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്, നമ്മുടെ എലമെന്റിൽ ലെങ്ത്തും ലെഫ്റ്റ് ടു റൈറ്റ് ആണ്. അപ്പോൾ ആംഗിൾ എത്രയായി? 0 ആയി. ഇപ്പോൾ കോസ് 0 1 ആണ്. അപ്പോൾ ബി ഡോട്ട് ഡി എല്ലിന് പകരം നമുക്ക് എന്ത് എഴുതാം? ബി ഇൻറ്റു ഡി എൽ എന്ന് എഴുതാം. ആ ബിയെ നമുക്ക് പുറത്തെടുക്കാം. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ ബി ഇൻറ്റു ഇൻ്റഗ്രൽ ഡി എൽ ഫ്രം എ ടു ബി ഈക്വൽ ടു നമുക്ക് ഇത് കിട്ടും μ0 I എന്ന് പറയാം. എന്താണ് I എന്ന് പറഞ്ഞാൽ നമ്മൾ കൺസിഡർ ചെയ്ത ലൂപ്പിലൂടെ കടന്നു പോകുന്ന നെറ്റ് കറണ്ട് ആണ്. നോക്കൂ, ഈ ലൂപ്പ് കൺസിഡർ ചെയ്യുമ്പോൾ ആ ലൂപ്പിൻ്റെ ഉള്ളിലൂടെ ഇങ്ങനെ കുറേ ടേൺസ് കടന്നു പോകുന്നുണ്ട് അല്ലേ. അപ്പോൾ ഓരോ ടേണിലൂടെയും കറണ്ട് പോകുന്നുണ്ട്. ഒരേ സമയം 10 ടേൺ ഉള്ളിലുണ്ടെങ്കിൽ 10I കറണ്ട് പോകും അല്ലേ. ഒരേ സമയം 5 ടേണിനുള്ളിലുള്ളതെങ്കിൽ 5I കറണ്ട് പോകും. അപ്പോൾ I എന്ന് പറഞ്ഞാൽ നെറ്റ് കറണ്ട് ആണ്. അപ്പോൾ അതെടുക്കുന്നതിന് വേണ്ടി നമ്മൾ കൺസിഡർ ചെയ്തിട്ടുള്ളത് ഈ ലെങ്ത്തിനെ ഞാൻ L എന്ന് കൊടുത്തു. സ്മോൾ ലെറ്റർ L. നമ്മൾ കൺസിഡർ ചെയ്ത് ഈ ആംബീരിയൻ ലൂപ്പിൻ്റെ ലെങ്ത്തിനെ സ്മോൾ ലെറ്റർ N എന്ന് എടുത്തു. സ്മോൾ ലെറ്റർ L എന്ന് എടുത്തു. ഇനി നോക്കൂ, ഈ സോളിനോയിഡിനെ ഒരു പെർട്ടിക്കുലർ വാല്യൂ എടുത്തു. യൂണിറ്റ് ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ട് അതിന് നമ്മൾ എന്തെടുത്തു? സ്മോൾ n. ആ സോളിനോയിഡിന്റെ യൂണിറ്റ് ലെങ്ത്തിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ടോ അതിന് നമ്മൾ നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്നുള്ള കൺസെപ്റ്റ് എടുക്കും. അത് നമ്മൾ സ്മോൾ ലെറ്റർ N എന്ന് കൊടുത്തു. അപ്പോൾ യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ് ഉണ്ടെങ്കിൽ L ലെങ്ത്തിൽ എത്ര ടേൺസ് ഉണ്ടാവും? L ലെങ്ത്തിൽ ആകെ ടേൺസ് എത്ര ആയിരിക്കും? n ഇൻറ്റു L ആയിരിക്കും അല്ലേ. ഓക്കെ, യൂണിറ്റ് ലെങ്ത്തിൽ n ടേൺസ്, L ലെങ്ത്തിൽ എത്ര ആയിരിക്കും? n ഇൻറ്റു L. അപ്പോൾ എത്ര കറണ്ട് അതിലൂടെ പാസ് ചെയ്യും? നോക്കൂ, ഇത്രയും ടേൺസ് ഉണ്ടെങ്കിൽ എത്ര കറണ്ട് പാസ് ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു 5 ആണെങ്കിൽ 5 ഇൻറ്റു I, 10 ആണെങ്കിൽ 10 ഇൻറ്റു I. അങ്ങനെയാണെങ്കിൽ ഇവിടെ n ഇൻറ്റു L ടേൺസ് ഉണ്ട്, n ഇൻറ്റു L ഇൻറ്റു I കറണ്ട് പാസ് ചെയ്യും അല്ലേ. അപ്പോൾ നെറ്റ് കറണ്ട് എന്നുള്ളത് എന്തായി മാറും? n ഇൻറ്റു L ഇൻറ്റു I എന്ന് പറഞ്ഞാൽ ഒരു ടേണിലൂടെ പാസ് ചെയ്യുന്ന കറണ്ടാണ്. അങ്ങനെ എത്ര ടേൺസ് ഉണ്ട്? n ഇൻറ്റു L ടേൺസ് ഉണ്ട് അല്ലേ. അപ്പോൾ ഒരേ സമയം എത്ര കറണ്ട് പാസ് ചെയ്യും? n ഇൻറ്റു L ഇൻറ്റു I കറണ്ട് പാസ് ചെയ്യും. ദെൻ b ഇൻറ്റു വാട്ട് ഇസ് ഇൻ്റഗ്രൽ ഡി എൽ അല്ലെ. ഈ ലെങ്ത്തിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ എവിടെ മുതൽ എവിടെ വരെ? a മുതൽ b വരെ ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ എത്രയാണ്? L ആണ്. അപ്പോൾ b ഇൻറ്റു L ഈസ് ഈക്വൽ ടു ഇവിടെ എത്ര വരുന്നു? μ0 n L I. നോക്കൂ, രണ്ട് സൈഡിൽ എന്തുണ്ട്? L ക്യാൻസൽ ചെയ്തു. then the final answer becomes b equal to μ0 ni. ഇങ്ങനെ നമുക്ക് ഒരു സോളിനോയിഡിന്റെ ആക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് എന്ത് ചെയ്യാം? ആംബിയർ സർക്യൂട്ട് ലോ ഉപയോഗിച്ച് എന്ത് ചെയ്യാം? ഡിറൈവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ പുതുതായിട്ട് എടുത്ത ടോപ്പിക്ക് ആംബിയർസ് സർക്യൂട്ടൽ ലോയുടെ ഒരു അപ്ലിക്കേഷൻ ആണ്. എന്ത് കാണാനായിരുന്നു? ഒരു സോളിനോയിഡിന്റെ ആക്സിസിലെ ഫീൽഡ് കാണാനായിരുന്നു. നമ്മളതിനു വേണ്ടി ആംബിയർ സർക്യൂട്ടൽ ലോയുടെ ഇക്വേഷൻ എടുത്തു. ആ ഇക്വേഷൻ സോൾവ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം? ഒരു ആംബീരിയൻ ലൂപ്പ് വേണം. നമ്മൾ റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു. ഇതിലൂടെ പാസ് ചെയ്യുന്ന ആക്സിലൂടെ പാസ് ചെയ്യുന്ന ABC എന്ന് പറയുന്ന റെക്ടാങ്കുലർ ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്തു. ദെൻ ടോട്ടൽ ഇൻ്റഗ്രേഷനെ നമ്മൾ 4ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. അതിൽ ഒന്നാമത്തെ ടേം മാത്രം ബാക്കിയായി. ബാക്കി 3 നമ്മൾ നെഗ്ലക്റ്റ് ചെയ്തു. കാരണങ്ങൾ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു. രണ്ട് കേസിൽ ബിയും ഡി എല്ലും തമ്മിലുള്ള ആംഗിൾ എത്രയാണ്? 0 ആണ്. ദെൻ ഒരു കേസിൽ ഔട്ട്സൈഡ് ദ സോളിനോയിഡ് ദ ഫീൽഡ് ഈസ് നെഗ്ലജിബിൾ. ഇങ്ങനെയുള്ള കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഈ 3 ടേമിനെ എന്ത് ചെയ്തു?
നെഗ്ലക്ട് ചെയ്തു. ബാക്കി എന്ത് ചെയ്തു? ഫസ്റ്റ് ടേം അവിടെ ബാക്കിയായി. ദാറ്റ് ഈസ് ഈക്വൽ എത്രയായി? mu0 ആയി. ഫസ്റ്റ് ടേമിൽ നിന്നും ബി നമ്മൾ എന്ത് ചെയ്തു? പുറത്തെടുത്തു. ദെൻ ഇന്റഗ്രൽ ഡി എൽ എന്ത് കൊടുത്തു? ആ എലമെന്റിന്റെ ടോട്ടൽ ലെങ്ത് 7 മുതൽ ബി വരെയുള്ള ലെങ്ത് നമ്മൾ അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ദെൻ അതുപോലെ ഐ എന്ന് പറഞ്ഞാൽ ടോട്ടൽ കറണ്ട് ആണ്. അങ്ങനെ എത്ര ടേൺ ഈ ലൂപ്പിലൂടെ കടന്നു പോകുന്നുണ്ടോ അത്രയും ടൈംസ് കറണ്ടിനെ മൾട്ടിപ്പിൾ ചെയ്യണം. അങ്ങനെ നമ്മൾ n × l കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. l ക്യാൻസൽ ചെയ്തു. അങ്ങനെ ഫൈനൽ ആൻസർ എന്ത് കിട്ടി? B = mu0 ni എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സ് ഓഫ് എ സോളിനോയിഡ് എന്തിനൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഒന്നാം മീഡിയമാണ്. നമ്മൾ എയർ എന്നുള്ളത് എടുത്തുകൊണ്ടാണ് mu0 എന്ന് എടുത്തത് അല്ലേ. എയർ അല്ലാത്തൊരു മീഡിയം അവിടെ വന്നു കഴിഞ്ഞാൽ mu0ന്റെ കൂടെ എന്ത് വരും? μr വരും അല്ലേ. റിലേറ്റീവ് പെർമിയബിലിറ്റി കൂടെ വരും. മറ്റൊന്ന് നമ്പർ ഡെൻസിറ്റി ആണ്. എന്താ നമ്പർ ഡെൻസിറ്റി പറഞ്ഞാൽ? നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്. അപ്പോൾ നമ്പർ കൂടി എന്ന് വെച്ച് മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് ഇവിടെ ഇൻക്രീസ് ചെയ്യില്ല. എന്ത് കൂടിയാലേ പറ്റുള്ളൂ? നമ്പർ ഡെൻസിറ്റി കൂടിയാലേ മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇന്റൻസിറ്റി കൂടുകയുള്ളൂ. നോക്കൂ, ഒരു 10 ടേണുള്ള കോയിൽ സോളിനോയിഡ് ഉണ്ട്, 20 ടേണുള്ള സോളിനോയിഡ് ഉണ്ട്. രണ്ടിലൂടെ ഒരേ കറണ്ടാണ് പാസ് ചെയ്യുന്നതെങ്കിൽ രണ്ടിൻ്റെയും നമ്പർ ഡെൻസിറ്റി വ്യത്യാസമില്ലെങ്കിൽ, യൂണിറ്റ് ലെങ്ത്തിൽ രണ്ടിലും ടേൺസിൻ്റെ എണ്ണം തുല്യമാണെങ്കിൽ രണ്ടുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ സ്ട്രെങ്ത് എന്തായിരിക്കും? തുല്യമായിരിക്കും. അവിടെ ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് കൂടുതലുണ്ടോ കുറവുണ്ടോ നോക്കില്ല. എന്തുമാത്രം യൂണിറ്റ് ലെങ്ത്തിൽ എത്ര എണ്ണം ഉണ്ട്? യൂണിറ്റ് ലെങ്ത്തിൽ നമ്പർ കൂടുതലാണെങ്കിൽ അവിടെ ഫീൽഡ് സ്ട്രോങ് ആയിരിക്കും, അല്ലെങ്കിൽ ഫീൽഡ് കുറവായിരിക്കും. ദെൻ തേർഡ് പാർട്ട് ഏതാണ്? ഐ ആണ് അല്ലേ. കറണ്ട് സ്ട്രോങ് ആയാൽ സ്വാഭാവികമായിട്ടും അതുണ്ടാക്കുന്ന ഫീൽഡ് എന്തായിരിക്കും? സ്ട്രോങ് ആയിരിക്കും. അപ്പോൾ ഫീൽഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് കൂടി ഇതിൻ്റെ കൂടെ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഇങ്ങനെ ഈ ഫീൽഡിന്റെ ഇക്വേഷൻ നമ്മൾ കണ്ടെത്തിയില്ലേ. ഈ ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാനുള്ള റൂൾ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഏതായിരുന്നു? റൈറ്റ് ഹാൻഡ് ഗ്രാസ്പ് റൂൾ അല്ലേ. ഒരു സർക്കുലാർ കോയിലിന്റെ ആക്സിലൂടെയുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാൻ വേണ്ടി നമ്മൾ പഠിച്ചിരുന്നു ബയോട്ട്സാവേർട്ട്സ് ലോയിൽ. അതേ ലോ ഇവിടെ യൂസ് ചെയ്യാം. ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്ന ഡയറക്ഷനിലേക്ക് കേൾഡ് ഫിംഗേഴ്സ് പിടിച്ചാൽ സ്ട്രെച്ച്ഡ് തമ്പിന്റെ ഡയറക്ഷനിലായിരിക്കും എന്താ ആക്ട് ചെയ്യുക? മാഗ്നറ്റിക് ഫീൽഡ്. ഈ ലോ ഇവിടെ യൂസ് ചെയ്യാം. സോളിനോയിഡിന്റെ ആക്സിലെ മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ കാണാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? സെയിം ലോ യൂസ് ചെയ്യാം. സർക്കുലാർ കോയിലിലൂടെ കറണ്ട് പോകുമ്പോഴുള്ള മാഗ്നറ്റിക് ഫീൽഡിന്റെ ഡയറക്ഷൻ കാണാനുള്ള അതേ ലോ യൂസ് ചെയ്യാം. അവിടെ നമ്മൾ പറഞ്ഞിരുന്നു സർക്കുലാർ കോയിൽ എന്താണ്? ഒരു മാഗ്നറ്റിക് ഡൈപോൾ ആണ്. ഒരു എൻഡ് നോർത്ത് ആണ്, മറ്റേ എൻഡ് സൗത്ത് ആണ്. അതെങ്ങനെ ഐഡന്റിഫൈ ചെയ്യാന്നൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. അതേപോലെയുള്ള എല്ലാ കൺസെപ്റ്റുകളും സോളിനോയിഡിനും ബാധകമാണെന്നും കൂടി മനസ്സിലാക്കി വെക്കുക. നമ്മൾ ഇതുമായി റിലേറ്റ് ചെയ്യാൻ ഇനി വരയ്ക്കാൻ പോകുന്ന ഒരു പിക്ചർ ഇതിന്റെ ഫീൽഡ് ലൈൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളതാണ്. ഒരു സോളിനോയിഡിലൂടെ കറണ്ട് പോകുമ്പോൾ അതുണ്ടാക്കുന്ന ഫീൽഡ് നമ്മൾ പറഞ്ഞു. ഫീൽഡ് എവിടെയായിരിക്കും? ഉള്ളിലൂടെ ആയിരിക്കും. സ്ട്രോങ് ആയിട്ട് പുറത്ത് നെഗ്ലജിബിൾ ആണ്. പക്ഷെ അതൊക്കെ ചേർത്ത് നമ്മൾ ഫീൽഡ് ലൈൻസ് എന്നുള്ള ഒരു ചിത്രം വരയ്ക്കുമ്പോൾ അതെങ്ങനെയായിരിക്കും നോക്കാം നമുക്ക്. ഓക്കെ, നോക്കൂ, ഇങ്ങനെ ഒരു സോളിനോയിഡ് നമ്മളെ കയ്യിലുണ്ട്. ആക്സിലൂടെ ഫീൽഡ് നമ്മൾ കണ്ടല്ലോ. ആക്സിലൂടെ ഉള്ള ഫീൽഡ് ആദ്യം വരയ്ക്കാം. ഇതാണ് ആക്സിസ്. ആക്സിലൂടെ ഫീൽഡ് ഉണ്ട് അല്ലേ. ഇനി ആക്സിൽ നിന്ന് രണ്ട് ഭാഗത്തേക്ക് പോകുമ്പോഴും ഫീൽഡ് ഉണ്ടാവും. ആ ഫീൽഡിൻ്റെ ഫീൽഡ് ലൈൻസ് നമ്മൾ വരയ്ക്കേണ്ടത് ഇങ്ങനെയാണെന്നാണ് പറയുന്നത്. ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കേർവ്ഡ് ആയിട്ട് മാറും. ദെൻ അത് അടുത്തേക്ക് വരും തോറും വീണ്ടും എന്ത് ചെയ്യും? ഇങ്ങനെ ഈ രീതിയിലേക്ക് മാറിയിട്ടുണ്ടാവും. ഇത് ലൂപ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, ഇങ്ങനെയുള്ള ലൂപ്സ് ആയിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ അതുപോലെ തന്നെയാണ്. ഇങ്ങനെ ലൂപ്പായിട്ട് മാറിയിട്ടുണ്ടാവും. ഇവിടെ ഇങ്ങനെ ചെറിയ ലൂപ്പായിട്ട് മാറി. ഇതാണ് ഒരു സോളിനോയിഡിന്റെ ചുറ്റുഭാഗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞ് നമ്മൾ വരയ്ക്കേണ്ടത്. ഫീൽഡ് ലൈൻസ് ആണ് കാണിച്ചിട്ടുള്ളത്. ഫീൽഡ് ലൈൻസ് എന്താ നമുക്കറിയാം? ഫീൽഡിന്റെ മാഗ്നിറ്റ്യൂഡിനെയും ഡയറക്ഷനെയും കാണിക്കുന്ന ഇമാജിനറി ലൈൻസിനെ നമ്മൾ എന്ത് വിളിക്കുന്നത്? ഫീൽഡ് ലൈൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സോളിനോയിഡിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പിക്ചർ ഇതാണ്. ഓക്കെ, അവിടെ എന്താണ്? ലൂപ്സ് ആയിട്ട് തന്നെയാണ് മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവുന്നത്. നമ്മൾ പറഞ്ഞു സ്ട്രെയിറ്റ് കണ്ടക്ടറിന്റെ കേസിൽ എന്താണ്? ക്ലോസ്ഡ് ലൂപ്സ് ആയിട്ടാണ് എപ്പോഴും മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. മാഗ്നറ്റിക് ഫീൽഡ് എപ്പോഴും അങ്ങനെ ഒരു പ്രോപ്പർട്ടി ഒബേ ചെയ്യുന്നുണ്ട്. ഇവിടെയും അതുണ്ട്, ഇത് മനസ്സിലാക്കി വെക്കുക. ഇതാണ് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സോളിനോയിഡ്. അപ്പോൾ അതിൽ പഠിച്ചു വെക്കേണ്ടത് ആ സോളിനോയിഡിന്റെ ആക്സിസിലെ മാഗ്നറ്റിക് ഫീൽഡ് കാണാനുള്ള ഇക്വേഷൻ. നമുക്ക് ആൻസർ കിട്ടിയത് B = mu0 ni. അതോടൊപ്പം ഈ ഫിഗർ കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഒരു സോളിനോയിഡ് ഒരു മാഗ്നറ്റിക് ഡൈപോളായി ആക്ട് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫീൽഡ് ലൈൻ എങ്ങനെ വരയ്ക്കുക എന്ന് കൂടി മനസ്സിലാക്കി വെക്കുക. ഇനി ഇതേപോലെ ആപ്ലിക്കേഷൻ ആണ് നമുക്ക് അടുത്തതും പഠിക്കാനുള്ളത്. അടുത്ത ആപ്ലിക്കേഷൻ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ ടോറോയിഡ് ആണ്. ടോറോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു സോളിനോയിഡിനെ നമ്മൾ എന്ത് ചെയ്യാൻ വളച്ചൊരു സർക്കുലാർ ഷേപ്പാക്കി മാറ്റിക്കഴിഞ്ഞാൽ അല്ലേ നമുക്കൊരു എൻഡ്ലെസ് സോളിനോയിഡ് കിട്ടും. ഒരു എൻഡ് ഉണ്ടാവില്ല, പരസ്പരം ജോയിൻ ചെയ്തുകൊണ്ട് ഒരു നീട്ടും ഒരു ഷേപ്പ് കിട്ടും. അത്തരത്തിലുള്ള എൻഡ്ലെസ് സോളിനോയിഡ് ആണ് എന്ത് വിളിക്കുന്നത്?
ടോറോയിഡ് എന്ന് വിളിക്കുന്നത്. ഈ ടോറോയിഡിൻ്റെ ആക്സിസിലാണ്, സോളിനോയിഡിൻ്റെ ആക്സിസിലാണല്ലോ ഫീൽഡ്, അതുപോലെ ആ ടോറോയിഡിൻ്റെ ആക്സിൽ ഒരു ഫീൽഡ് ഉണ്ട്. ആ ഫീൽഡിൻ്റെ ഇക്വേഷൻ എന്താണ് നമുക്ക് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു ടോറോയിഡിനെ ഞാൻ ഇങ്ങനെ വരയ്ക്കാം, ഒരു സോളിനോയിഡിനെ ഇങ്ങനെ ബെൻഡ് ചെയ്ത് ഈ രീതിയിൽ നമ്മൾ സർക്കുലാർ ഷേപ്പിലാക്കി മാറ്റി. ഓക്കെ, ഇപ്പോൾ ഒരു സർക്കുലാർ ഷേപ്പിലാണ്, ഇതിലൂടെ ഐ കറണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഐ കറണ്ട് പാസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരു സർക്കുലാർ ട്യൂബിൻ്റെ മുകളിലൂടെ ഒരു എന്ത് ചെയ്താൽ മതി, ഒരു വയർ വൈൻഡ് ചെയ്താൽ നമുക്ക് ഇതുപോലെ ഒരു സർക്കുലാർ മാഗ്നറ്റ് പോലെ ഒരു ഷേപ്പ് കിട്ടും. അതാണ് എന്ത്, ടോറോയിഡ്. അല്ലെങ്കിൽ നമ്മൾ സർക്കുലാർ മാഗ്നറ്റിന് പകരം യൂസ് ചെയ്യുന്ന ഒരു കൺസെപ്റ്റ് കൂടിയാണ് എന്ത്, ടോറോയിഡ്. നോക്കൂ, നേരത്തെ നമ്മൾ പറഞ്ഞ സോളിനോയിഡിൻ്റെ ആക്സിസിലൂടെയാണ്, ഇത് കർവ്ഡ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ ആക്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു സർക്കുലാർ ഷേപ്പ് ആയിരിക്കും. അപ്പോൾ ഈ സർക്കിളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു മാഗ്നറ്റിക് ഫീൽഡ് കടന്നു പോകുന്നുണ്ട്. അതിൻ്റെ ആൻസറാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പം അതിനുവേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യണമല്ലോ. ഇവിടെ ആംബീരിയൻ ലൂപ്പ് കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം നമുക്ക് കാണേണ്ട മാഗ്നറ്റിക് ഫീൽഡേ ഒരു ലൂപ്പ് ഷേപ്പിലാണ് നിൽക്കുന്നത്, അല്ലേ? അപ്പോൾ അതിലൂടെ തന്നെ എന്ത് കൺസിഡർ ചെയ്താൽ മതി. അപ്പോൾ ഇത് 6 റേഡിയസ് ഉള്ള ഒരു ടോറോയിഡ് ആണെങ്കിൽ നമ്മൾ ആംബീരിയൻ ലൂപ്പായിട്ട്, ഒരു ക്ലോസ്ഡ് ലൂപ്പ് വേണമല്ലോ, ആ ക്ലോസ്ഡ് ലൂപ്പായിട്ട് ഇതേ സർക്കിളിനെ തന്നെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആംബിയർ സർക്യൂട്ട് എല്ലാം എഴുതി നോക്കാം. ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഈക്വൽ ടു എന്താണ്, μ0 I. നമ്മൾ നേരത്തെ പറഞ്ഞു, ഇവിടെ നോക്കുക, ആംബീരിയൻ ലൂപ്പും മാഗ്നറ്റിക് ഫീൽഡും ഒരേ ലൈനിലാണ് അല്ലേ. മാഗ്നറ്റിക് ഫീൽഡും അങ്ങനെ സർക്കുലർ ആണ്, ആംബീരിയൻ ലൂപ്പും ആ സർക്കുലർ ഷേപ്പ് തന്നെയാണ്. അതുകൊണ്ട് വാട്ട്സ് ആംഗിൾ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എൽ 0 ആണ്. അങ്ങനെയാണ് ഈ ബി എ നമുക്ക് പുറത്തെടുക്കാം. നേരത്തെ ചെയ്ത പോലെ ക്ലോസ്ഡ് ഇൻ്റഗ്രൽ ഡി എൽ എന്ന് എഴുതാം, ദാറ്റ്സ് ഈക്വൽ ടു μ0 I എന്ന് എഴുതാം. ഓക്കെ, ഇനി നോക്കൂ, ഈ സർക്കുലാർ ലൂപ്പാണ് ആംബീരിയൻ ലൂപ്പ്. അതിലൂടെ പോകുന്ന കറണ്ട് ആണെന്ത്, എത്രയാണ് ഈ സർക്കുലാർ ലൂപ്പിന്റെ ലെങ്ത് നോക്കൂ. നേരത്തെ പറഞ്ഞ പോലെ ഈ ലെങ്ത്തിലെ ചെറിയൊരു എലമെന്റ് ആണ് ഡി എൽ എങ്കിൽ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്താൽ കിട്ടുന്ന ആൻസർ ഇതിന്റെ ഈ സർക്കിളിന്റെ സർക്കംഫറൻസ് ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്ത് എഴുതാം, ബി ഇൻറ്റു 2πr എന്ന് എഴുതാം അല്ലേ. ബി ഇൻറ്റു 2πr, ഇന്റഗ്രൽ ഡി എൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഈ സർക്കിളിന്റെ കംപ്ലീറ്റ് ലെങ്ത് ആയിരിക്കും 2πr. ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 ഇൻറ്റു, നോക്കൂ ഇതിൽ എത്ര ടേൺസ് ഉണ്ടാവും, ആകെ ഈ ടോറോയിഡിൽ എത്ര ടേൺസ് ഉണ്ടാവുമോ അതൊക്കെ ഇവിടെ വരില്ലേ. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. നേരത്തെ നമ്മൾ ലൂപ്പ് കൺസിഡർ ചെയ്യുന്നു, ആ ലൂപ്പിന്റെ പുറത്തേക്കൊക്കെ എന്തുണ്ട്, സോളിനോയിഡ് ഉണ്ട് അല്ലേ. സോളിനോയിഡ് ലെങ്ത് നമുക്ക് എത്രയെന്ന് അറിയില്ല, അതുകൊണ്ട് നമ്മുടെ ലൂപ്പ് കൺസിഡർ ചെയ്തു, ആ ലൂപ്പിന്റെ പുറത്തും ഉണ്ട്. അതുകൊണ്ട് ഉള്ളിലുള്ള എന്ത് മാത്രം എടുത്തു, കറണ്ട് മാത്രം എടുത്തു. അപ്പോൾ ഉള്ളിലുള്ള നമ്പർ മാത്രം എടുത്തു. ഇവിടെ ഒരു ടോറോയിഡ് ആകുമ്പോൾ ആ ടോറോയിഡിൻ്റെ ഉള്ളിലൂടെ പാസ് ചെയ്യുന്ന ആംബീരിയൻ ലൂപ്പിനെ സംബന്ധിച്ചിടത്തോളം ടോറോയിഡിൽ എത്ര ടേൺസ് ഉണ്ടോ, ഇതിനാൽ ക്യാപിറ്റൽ എന്നെ ഒന്ന് കൊടുത്തു, അത്രയും ടേൺസ് ഈ ആംബീരിയൻ ലൂപ്പിലൂടെ പാസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലൂടെ ഒക്കെ ഒരേ സമയം കറണ്ട് പാസ് ചെയ്യല്ലോ. അങ്ങനെയാണെങ്കിൽ μ0 ഇൻറ്റു നമുക്ക് എന്ത് എഴുതാം, ni എന്ന് എഴുതാം നേരിട്ട്. എന്താ, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ഇൻ ദ ടോറോയിഡ്. ദെൻ ഇക്വേഷൻ എന്തായി മാറി, ബി ഈക്വൽ ടു μ0 ഇൻറ്റു റൈറ്റ് സൈഡിൽ n ബൈ ഈ 2πrനെ ഞാൻ അവിടെ കൊണ്ട് ഡിവൈഡ് ചെയ്യൂ, 2πr ഇൻറ്റു I. വാട്ട് ഇസ് n, ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്. ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ അവസാനിക്കുന്നത് വരെയുള്ള ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ. 100 ടേൺസ് ഉണ്ടെന്ന് വിചാരിച്ചോ, 100 ടേൺസ്. ഓക്കെ, ഇവിടെ നിന്ന് തുടങ്ങി ഇതുവരെ 10 മീറ്റർ ഉണ്ടെന്ന് അസ്യൂം ചെയ്യും. ഓക്കെ, ടോട്ടൽ ലെങ്ത് അതാണ് 2πr. 2πrന്റെ ആൻസർ ഞാൻ ഇപ്പോൾ ക്യാപിറ്റലിൻ്റെ ആൻസർ എഴുതിയത് 100. 2πrന്റെ ആൻസർ എത്രയെന്ന് വിചാരിക്കുക, 10 മീറ്റർ ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന 10 എന്താ, 1 മീറ്ററിലുള്ള നമ്പർ ഓഫ് ടേൺസ് ആണ് അല്ലേ. ഓക്കെ, അപ്പോൾ ഓരോ മീറ്ററിൽ എത്ര നമ്പർ ഓഫ് ടേൺസ് ഉണ്ട്, 10 ഉണ്ട്. അങ്ങനെയല്ലേ 10 മീറ്റർ കൊണ്ട് 100 ആയി മാറിയത്. അതിനെ നമ്മൾ നേരത്തെ വിളിച്ചു എന്ത്, സ്മോൾ n, നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന്. അപ്പോൾ നമുക്ക് ഇതിന് പകരം എന്ത് എഴുതാം, സ്മോൾ n എഴുതി കൂടെ, number of turns per unit length. Therefore the answer becomes b equal to the same μ0 into ni. നോക്കൂ, അപ്പോൾ സോളിനോയിഡ് ആയാലും ടോറോയിഡ് ആയാലും അതിൻ്റെ ആക്സിലൂടെ കടന്നു പോകുന്ന ഫീൽഡിന്റെ ഇക്വേഷൻ സെയിം ആണ്, മനസ്സിലാക്കി വെക്കുക. ആൻസർ എന്താണ്, b equal to μ0 into ni. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇക്വേഷനും ഡെറിവേഷൻ രണ്ട് രീതിയിലാണെങ്കിലും രണ്ടും സോളിനോയിഡിന്റെ ഫീൽഡിന് സമാനമായ ഇക്വേഷൻ തന്നെയാണ് കിട്ടിയത്. അതുകൂടി മനസ്സിലാക്കുക. അതിനെ അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെയിം ആയതുകൊണ്ട് ആ ഡിസ്കഷൻ വീണ്ടും ചെയ്യുന്നില്ല, അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ആംപിയേഴ്സ് സർക്യൂട്ട് ലോയുടെ പ്രധാനപ്പെട്ട രണ്ട് ആപ്ലിക്കേഷനാണ് പഠിച്ചത്. ഒന്ന് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സ് ഓഫ് എ സോളിനോയിഡ്, രണ്ടാമത്തത് മാഗ്നറ്റിക് ഫീൽഡ് അലോങ് ദ ആക്സ് ഓഫ് എ ടോറോയിഡ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ടോപ്പിക്കിലേക്ക് നമുക്ക് പോവാം.
ലാസ്റ്റ് ടോപ്പിക് ഇതാണ്, ഫോഴ്സ് ബിറ്റ്വീൻ ടു പാരലൽ കറണ്ട്സ് അല്ലേ. രണ്ട് പാരലൽ കറണ്ട്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സ് എത്രയാണ്? അപ്പോൾ അതിനു വേണ്ടി ഞാൻ രണ്ട് പാരലൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടേഴ്സ് എടുത്തിട്ടുണ്ട്. നമുക്കറിയാം ഒരു കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആ ചാപ്റ്ററിന് തുടക്കത്തിൽ പറഞ്ഞു. ഇപ്പോൾ നമ്മൾ ആംപിയർ സർക്യൂട്ട് ലോ വെച്ചിട്ട് അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്തിരുന്നു. എന്താ ഇക്വേഷൻ? B = μ0I/2πr എന്ന് പറയുന്ന ഇക്വേഷൻ. ദെൻ അങ്ങനെ ഒരു മാഗ്നറ്റിക് ഫീൽഡുള്ള ഒരു കറണ്ട് ക്യാരിയിങ് സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൻ്റെ അപ്പുറത്ത് അതിന് പാരലായിക്കൊണ്ട് കറണ്ട് പോകുന്ന ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ വെച്ചാൽ അവക്കിടയിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന പറയുന്നത്. ആ ഫോഴ്സിൻ്റെ ഇക്വേഷനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്കിനി ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഫോഴ്സിൻ്റെ ഇക്വേഷൻ എന്തായിരിക്കും നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട ഫീൽഡുകളാണ്. നോക്കൂ, ഒന്നാമത്തെ കണ്ടക്ടർ എ എന്ന് പറയുന്ന കണ്ടക്ടർ, അതിലൂടെ പോകുന്ന കറണ്ട് ഞാൻ I1 എന്ന് കൊടുത്തിട്ടുണ്ട്. ബി എന്ന് പറയുന്ന മറ്റൊരു പാരലൽ കണ്ടക്ടർ, അതിനെന്ത് I2 കറണ്ട് പാസ് ചെയ്യുന്നു. നമുക്ക് ഒന്നാമത്തെ കണ്ടക്ടറിലൂടെ മുകളിലേക്കാണ് കറണ്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ റൈറ്റ് ഹാൻഡ് റൂൾ പ്രകാരം എങ്ങനെ ആയിരിക്കും? മുകളിലേക്ക് തമ്പാവുന്ന രീതിയിൽ പിടിച്ചാൽ നമുക്ക് കേൾഡ് ഫിംഗേഴ്സ് റൈറ്റ് സൈഡിൽ ഇൻവേർഡ് ആണ്, ലെഫ്റ്റ് സൈഡിൽ എടുക്കുമ്പോൾ ഔട്ട്വേർഡ് ആണ്. അപ്പോൾ ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിലാണല്ലോ രണ്ടാമത്തെ കണ്ടക്ടറുള്ളത്. അപ്പോൾ ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിൽ അതിൻ്റെ ഫീൽഡ് ഇൻവേർഡ് അല്ലേ. അപ്പോൾ ഇൻവേർഡ് ഉള്ള ഈ ഫീൽഡിനെ ഞാൻ ക്രോസ് മാർക്ക് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ ഈ വരച്ച അല്ലെങ്കിൽ അടയാളപ്പെടുത്തിയ ഫീൽഡ് ആരുടെ ഫീൽഡാണ്? ഈ ഒന്നാമത്തെ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറിന് സറൗണ്ടിങ്സ് ആയിട്ടുള്ള അല്ലേ ആ സ്പേസിലെ, അതാണ് ഞാൻ ഇതിന് B1 എന്ന് കൊടുത്തു. അപ്പോൾ എന്താ B1? ഫീൽഡ് ഡ്യൂ ടു ദ ഫസ്റ്റ് കണ്ടക്ടർ. ഓക്കെ, ഈ ഫസ്റ്റ് കണ്ടക്ടർ ഈ സ്ഥലത്തുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡാണ്. അതുകൊണ്ടായിരിക്കും ഇൻവേർഡ് ആയിരിക്കും, ഉള്ളിലേക്കായിരിക്കും. ഓക്കെ, ഇനി അതവിടെ നിൽക്കട്ടെ. ഇനി രണ്ടാമത്തെ കണ്ടക്ടറിലൂടെയും കറണ്ട് പോകുന്നുണ്ടല്ലോ, അതിൻ്റെ ചുറ്റുഭാഗത്തും മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. നോക്കൂ, അതിൻ്റെ ലെഫ്റ്റ് സൈഡിലാണല്ലോ ഒന്നാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. ഇവിടെ നോക്കൂ, തമ്പ് മുകളിലേക്കാവുന്ന രീതിയിൽ പിടിച്ചാൽ ഈ കണ്ടക്ടറിൻ്റെ റൈറ്റ് സൈഡിലും ഇൻവേർഡ് ആയിരിക്കും, ലെഫ്റ്റ് സൈഡിൽ ഔട്ട്വേർഡ് ആയിരിക്കും. അപ്പോൾ ഇതിന് ലെഫ്റ്റ് സൈഡിലാണ് ഇതിരിക്കുന്നത്. അപ്പോൾ അവിടെ ഞാൻ ഡോട്ട് വെച്ച് കാണിക്കാം. എന്താണ് ഈ ഡോട്ട്? മാഗ്നറ്റിക് ഫീൽഡിൻ്റെ ഡയറക്ഷനെ കാണിക്കുന്ന ഡോട്ട്സ് ആണ്. ഞാൻ B2 എന്ന് കൊടുത്തു. എന്താ B2? രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ മാഗ്നറ്റിക് ഫീൽഡ് അത് ഈ ഭാഗത്ത് ഔട്ട്സൈഡ് ആണ് അല്ലേ, ഈ ഭാഗത്ത് ഇങ്ങനെ ഔട്ട്സൈഡ് ആണ്. സ്വാഭാവികമായിട്ട് രണ്ട് ഫീൽഡുകൾ തമ്മിൽ ഇൻട്രാക്ട് ചെയ്യുന്നുണ്ട് അവിടെ. അപ്പോൾ അവർക്കിടയിൽ ഒരു ഫോഴ്സ് ഡെവലപ്പ് ചെയ്യുന്ന ഉറപ്പാണ്. ആ ഫോഴ്സിൻ്റെ ആൻസർ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, ഒരു സ്ട്രെയിറ്റ് കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് ഫോഴ്സ് എക്സ്പീരിയൻസ് ചെയ്യുന്ന നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിലേ പഠിച്ചു അല്ലേ. ഒരു സ്ട്രെയിറ്റ് കണ്ടക്ടർ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ഒരു മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ എന്താ പഠിച്ചത്? F = I × L × B എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചു അല്ലേ. എന്തുമായി ബന്ധപ്പെട്ട് നമ്മൾ ഫസ്റ്റ് ലോറൻസ് ഫോഴ്സിൻ്റെ കൂടെ പഠിച്ചൊരു ഇക്വേഷൻ ആയിരുന്നു. I കറണ്ട് പാസ് ചെയ്യുന്ന L ലെങ്ത് ഉള്ള ഒരു കണ്ടക്ടർ B എന്ന് പറയുന്ന മാഗ്നറ്റിക് ഫീൽഡിൽ വെച്ചാൽ അതിന് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സാണിത്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ ഒന്നാമത്തെ കണ്ടക്ടറായ ഈ A എന്ന മോൾ രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫോഴ്സ് എത്രയെന്ന് നോക്കുക. എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത്? രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ഫീൽഡിലാണ് ആരിയിരിക്കുന്നത്? ഒന്നാമത്തെ കണ്ടക്ടർ ഇരിക്കുന്നത്. ഫീൽഡിലിരിക്കുന്ന കണ്ടക്ടറിൻ്റെ മുകളിൽ ഫോഴ്സ് ഉണ്ടല്ലോ. അങ്ങനെയാണെങ്കിൽ ആ ഫോഴ്സിന് F12 എന്ന് കൊടുത്തു. എന്താ F12? ഓക്കെ, ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ മുകളിൽ ആരുണ്ടാക്കുന്ന ഫോഴ്സ്? സെക്കൻഡ് കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫോഴ്സ്. അപ്പോൾ ഇക്വേഷൻ എഴുതാം. ഫസ്റ്റ് കണ്ടക്ടറിൻ്റെ മുകളിലുള്ള ഫോഴ്സ് ആണല്ലോ. ഫസ്റ്റ് കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എടുക്കണം. എത്രയാ? I1. ദെൻ ഇൻറ്റു L × B എന്ന് എടുക്കണം. അപ്പോൾ L എന്ന് പറഞ്ഞ ഒരു പെർട്ടിക്കുലർ ലെങ്ത് എടുക്കാം. നമുക്ക് ഇതിനൊരു പെർട്ടിക്കുലർ ലെങ്ത് എടുക്കാം. ആ ലെങ്ത്തിന് ഞാൻ L എന്ന് കൊടുത്തു. L. അപ്പോൾ അവിടെ നമുക്ക് L1 എന്ന് കൊടുക്കാം. ഞാൻ കോമൺ ആയിട്ട് L എടുത്തു. L × B എന്ന് പറയുന്നത് ആരുടെ ഫീൽഡാണ്? രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ ഫീൽഡാണ് ഇവിടെ ഉള്ളത് അല്ലേ. ആ ഫീൽഡിലാണ് ഒന്നാമത്തെ കണ്ടക്ടർ. അതിന് നമ്മൾ B2 എന്ന് കൊടുത്തിരുന്നു. അപ്പോൾ B2 എന്നുള്ള ഇക്വേഷൻ ആയില്ലേ. അങ്ങനെയാണെങ്കിൽ ആൻസർ ഉണ്ടായി മാറി. നോക്കൂ, I1 × L × B2 എന്നായി. എന്താ കാരണം? വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ L ആൻഡ് B? L എന്ന് പറഞ്ഞാൽ അപ്വേർഡ് ആണ്, B2 എന്ന് പറയുന്നത് ഔട്ട്വേർഡ് അല്ലേ. ഒന്ന് അപ്വേർഡ് ഒന്ന് ഔട്ട്വേർഡ്. വാട്ട് ഇസ് ഡയറക്ഷൻ? വാട്ട് ഇസ് ആംഗിൾ ബിറ്റ്വീൻ B ആൻഡ് ദിസ് L? 90 ഡിഗ്രി ആണ്. 90 ഡിഗ്രി ആണെങ്കിൽ sin 91. അപ്പോൾ ക്രോസ് ഒഴിവാക്കാം. I × L × B. Then that is equal to I × L × B2 എന്ന് പറഞ്ഞാൽ ഈ കണ്ടക്ടറിൽ നിന്നും ഇങ്ങോട്ടുള്ള ദൂരം ഞാൻ R എന്ന് എടുത്തു. ഈ ദൂരത്തെ R എന്ന് എടുത്തു.
ദാറ്റ്സ് എ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പാരലൽ കണ്ടക്ടേഴ്സ്. അങ്ങനെയാണെങ്കിൽ r ലെങ്ത്തിൽ ഇവിടെയുള്ള മാഗ്നറ്റിക് ഫീൽഡ് അല്ലേ, ഇതിലൂടെ I കറണ്ട് പോകുമ്പോൾ ഇത്രയും ദൂരത്തുണ്ടാക്കുന്ന മാഗ്നറ്റിക് ഫീൽഡ് അവിടെയാണല്ലോ ഫസ്റ്റ് കണ്ടക്ടർ ഇരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇത്രയും ദൂരത്തുള്ള മാഗ്നറ്റിക് ഫീൽഡ് ഇക്വേഷൻ നമ്മളിപ്പോൾ നേരത്തെ പഠിച്ചു. എത്രയായിരുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു μ0 I/2πr അല്ലേ. ആംബിയർ സർക്യൂട്ട് അല്ലേ അതിൻ്റെ അപ്ലിക്കേഷൻ ആയിട്ട് നമ്മൾ സ്ട്രേറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് r ഡിസ്റ്റൻസ് ഒക്കെയുള്ള ഫീൽഡ് കാണാൻ ഇക്വേഷൻ പഠിച്ചല്ലോ. അപ്പോൾ ഈ കണ്ടക്ടറിന്റെ ഫീൽഡ് ആണല്ലോ, അപ്പോൾ ആ കണ്ടക്ടറിലൂടെ പാസ് ചെയ്യുന്ന കറണ്ട് എടുക്കണ്ടേ, I2 എടുക്കണം അല്ലേ. ഫൈനൽ ആൻസർ എന്താ കിട്ടുന്നു? ദാറ്റ് ഈസ് ഈക്വൽ ടു നോക്കൂ μ0 ഇൻറ്റു I1 ഉണ്ട് ഇവിടെ അല്ലേ. എന്തുകൊണ്ട് I1 എന്ന് പറയുന്നത് ഇവിടെ എടുത്തത് എന്തായിരുന്നു? I1 ആയിരുന്നു അല്ലേ. ഇവിടെ I1 ആയിരുന്നു, I1. പിന്നെ എന്താണ്? I2 ഉണ്ട് അല്ലേ. μ0 I1 I2 μ0 I1 I2 ബൈ 2πr ഇൻറ്റു എന്തെടുത്തു? L. ക്യാപിറ്റൽ ലെറ്റർ എല്ലോ സ്മോൾ ലെറ്റർ എല്ലോ ഒക്കെ എടുക്കാം. നമ്മളൊരു ഗിവൺ ലെങ്ത് അസ്യൂം ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അപ്പോൾ നോക്കൂ, ഈ L ലെങ്ത് ഉള്ള കണ്ടക്ടറിന്റെ മുകളിൽ രണ്ടാമത്തെ കണ്ടക്ടർ ഉണ്ടാക്കുന്ന ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയ എത്രയാ? μ0 I1 I2 ബൈ 2πr. ഇനി ഞാൻ എന്ത് ചെയ്തു? ഈ എല്ലിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പോൾ ഇത് കിട്ടും F12 ബൈ L കിട്ടും അല്ലേ. എന്താ ആൻസർ കിട്ടുക? μ0 I1 I2 ബൈ 2πr എന്ന് പറയുന്ന ഒരു ആൻസർ കിട്ടും. എന്താണത്? L ലെങ്ത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് ആണ് F12 ബൈ L ചെയ്താൽ എന്ത് കിട്ടും? യൂണിറ്റ് ലെങ്ത്തിന്റെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കിട്ടും. അപ്പോൾ ഈ കിട്ടിയ ഇക്വേഷൻ എന്താണ്? രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിലൂടെ കറണ്ട് പോകുന്നുണ്ടെങ്കിൽ അവയുടെ യൂണിറ്റ് ലെങ്ത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഫോഴ്സ് ആണെന്ത്? μ0 I1 I2 ബൈ 2πr. തിരിച്ചു നമുക്ക് ഈ ഡെറിവേഷൻ ചെയ്യാം അല്ലേ. L ലെങ്ത് ഇവിടെ എടുക്കാം, L ലെങ്ത്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് കാണണം. അവിടെ ഉണ്ടാകുന്ന ഫോഴ്സ് എങ്ങനെ കാണാം? അവിടെ ചെയ്യുമ്പോൾ I ഇൻറ്റു L ക്രോസ് ഫീൽ I എന്താവും? നോക്കൂ, I2 ആവും അല്ലേ. I2 ഇൻറ്റു L ഇൻറ്റു B1 ആവും. കാരണം ഇതിൻ്റെ ഫീൽഡാണ് അവിടെ ഉള്ളത്. B1ലാണ് I2 കറണ്ട് ഇരിക്കുന്നത്. അപ്പോൾ I2 ഇൻറ്റു L ഇൻറ്റു B1 ആവും. അപ്പോൾ ഇവിടെ I2 വരും അല്ലേ. ഇവിടെ I2 വരും. പക്ഷേ ഇവിടെ B1 വരുമ്പോൾ അവിടെ I1 വരും. അപ്പോൾ ഇവിടെ I2 I1 വന്നല്ലോ. ഇവിടെ I2 ഇവിടെ I1 വന്നു. ഇവിടെ തിരിച്ച് ചെയ്യുമ്പോൾ ഇവിടെ I2 അപ്പുറത്ത് I1 വരും. സെയിം ഇക്വേഷനാണ് കിട്ടുക എന്നർത്ഥം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ കണ്ടക്ടർ രണ്ടാമത്തെ മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സും രണ്ട് തിരിച്ച് ഒന്നിമുണ്ടാകുന്ന ഫോഴ്സിൻ്റെയും മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? യൂണിറ്റ് ലെങ്ത്തിലെ ഫോഴ്സിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയായിരിക്കും? μ0 I1 I2 ബൈ 2πr ആയിരിക്കും. പക്ഷെ അതിന് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയിരിക്കും. എങ്ങനെ ഡയറക്ഷൻ കാണാം? ഫീൽഡിലിരിക്കുന്ന സ്ട്രേറ്റ് കണ്ടക്ടറിൻ്റെ അല്ലെങ്കിൽ കറണ്ട് ക്യാരിങ് കണ്ടക്ടറിന് മുകളിൽ ഉണ്ടാകുന്ന ഫോഴ്സ് കാണാനുള്ള നമ്മളിത് പഠിച്ചിട്ടുണ്ട്. ഡയറക്ഷൻ കാണാനുള്ള ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ നോക്കാം? ഫോർ ഫിംഗർ ഫീൽഡിൻ്റെ ഡയറക്ഷനിലും മിഡിൽ ഫിംഗർ എന്തിൻ്റെ ഡയറക്ഷൻ പിടിക്കണം? കറണ്ട് ത്രൂ ദ കണ്ടക്ടർ. ദെൻ തമ്പ് ഗിവ്സ് ദ ഡയറക്ഷൻ ഓഫ് ദ മാഗ്നറ്റിക് ഫോഴ്സ്. അങ്ങനെയാണെങ്കിൽ നോക്കൂ, ഇവിടെ കറണ്ട് പോകുന്നത് മുകളിലേക്ക്, ഫീൽഡ് എങ്ങനെ? ഔട്ട്വേർഡ് അല്ലേ. ഫീൽഡ് ഔട്ട്വേർഡ് കറണ്ട് പോകുന്നത് എങ്ങോട്ടാണ്? ഫീൽഡ് ഔട്ട്വേർഡ് കറണ്ട് പോകുന്നത്. തമ്പ് എങ്ങോട്ടാണ് നോക്കുന്നത്? റൈറ്റ് സൈഡിലേക്ക്. അപ്പോൾ ഈ ഫോഴ്സ് എങ്ങോട്ടാണ്? ഇങ്ങോട്ട്. ഇനി രണ്ടാമത്തെ കണ്ടക്ടർ നോക്കൂ, രണ്ടാമത്തെ കണ്ടക്ടറിനെ സംബന്ധിച്ചിടത്തോളം എഗെയിൻ ലെഫ്റ്റ് ഹാൻഡ് എടുക്കുമ്പോൾ നോക്കൂ, ഫീൽഡ് ഉള്ളിലേക്കാ അല്ലേ. ഫീൽഡ് ഉള്ളിലേക്ക് ക്രോസ് മാർക്കിംഗ് ആണ്. കറണ്ട് മുകളിലേക്കല്ലേ. ഫീൽഡ് ഉള്ളിലേക്ക് കറണ്ട് മുകളിലേക്ക്. അങ്ങനെയാണെങ്കിൽ തമ്പ് നിൽക്കുന്നത് ഇങ്ങോട്ടല്ലേ. അപ്പോൾ നോക്കൂ, ഫോഴ്സ് ഇങ്ങോട്ടാണ്. അപ്പോൾ ആ രണ്ട് ഫോഴ്സുകളുടെയും മാഗ്നിറ്റ്യൂഡ് എത്രയാണ് നമ്മൾ പറഞ്ഞു? എത്രയാണ്? μ0 I1 I2 ബൈ 2πr. പക്ഷെ അവയുടെ ഡയറക്ഷൻ എന്താണ്? ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ രണ്ട് ഫോഴ്സുകളും ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? അവിടെ F12 വെക്റ്റർ F12 ഈക്വൽ എന്ന് പറയാം വെക്റ്റർ F21 ബട്ട് ഓപ്പോസിറ്റ്. That means vector F12 equal to minus of vector F21 എന്ന് പറയാൻ പറ്റും. That means the force obey Newton's third law of motion. അപ്പോൾ അവിടെ രണ്ട് പാരലൽ സ്ട്രേറ്റ് കണ്ടക്ടറിലൂടെ കറണ്ട് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാക്കുന്ന ഫോഴ്സുകളുണ്ട്. ഒന്നാമത്തെ കണ്ടക്ടർ രണ്ടാമത്തെ കണ്ടക്ടറിൻ്റെ മുകളിലും രണ്ടാമത്തെ കണ്ടക്ടർ ഒന്നാമത്തെ കണ്ടക്ടറിൻ്റെ മുകളിൽ ഉണ്ടാക്കുന്ന ഫോഴ്സുകൾ എങ്ങനെയാണ്? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അത് എന്ത് ഒബേ ചെയ്യുന്നുണ്ട് നമ്മൾ കണ്ടെത്തി? ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ഒബേ ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടെത്തി. അപ്പോൾ നമ്മൾ പഠിച്ചത് പാരലൽ കറണ്ട്സ് തമ്മിലുള്ള ഫോഴ്സാണ്. ഫോഴ്സിൻ്റെ ഇക്വേഷൻ കിട്ടി, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത്തിൻ്റെ ഇക്വേഷൻ കിട്ടി. അതിൽ നമ്മൾ തേർഡ് ലോ ഒബേ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ഇത് നോക്കൂ, ഇവിടെ ഇങ്ങനെ രണ്ട് ഫോഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും തമ്മിൽ അട്രാക്ട് ചെയ്യും നമുക്കറിയാം അല്ലേ. അപ്പോൾ നമ്മൾ അട്രാക്ട് ചെയ്യും. എന്നാൽ ഇതിലൊന്ന് ഓപ്പോസിറ്റായി, ഒരു കറണ്ട് ഓപ്പോസിറ്റ് ആയാൽ അവ തമ്മിൽ എന്ത് വരുന്ന പറയുന്നത്? റിപ്പൽഷൻ വരുന്ന പറയുന്നത്.
ഓക്കെ, കാരണം ഇതിൻ്റെ ഫീൽഡ് ചേഞ്ച് ചെയ്യും, എല്ലാം ചേഞ്ച് ചെയ്യും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, രണ്ട് പാരലൽ കണ്ടക്ടറിലൂടെ ഒരേ ഭാഗത്തേക്ക് അല്ലേ പാരലായിക്കൊണ്ട് കറണ്ട് ഒഴുകുകയാണെങ്കിൽ ആ കണ്ടക്ടേഴ്സ് നമ്മൾ എന്ത് ചെയ്യും, അട്രാക്റ്റ് ചെയ്യും. എന്നാൽ ഒരു കറണ്ട് മുകളിലേക്കും ഒരു കറണ്ട് താഴേക്കും ആണെങ്കിൽ ആ കണ്ടക്ടേഴ്സ് തമ്മിൽ എന്താ ഉണ്ടാവുക, റിപ്പൽഷൻ ഉണ്ടാവുന്നത്. ദാറ്റ് മീൻസ് പാരലൽ കറണ്ട്സ് അട്രാക്ട്സ്, ആൻറ്റി പാരലൽ കറണ്ട്സ് റിപ്പൽ. നിങ്ങൾ പോയിന്റ് പഠിച്ചു വെക്കുക അല്ലേ. പാരലായിട്ട് പോകുന്ന കറണ്ടുകൾ തമ്മിൽ അട്രാക്റ്റ് ചെയ്യും, ആൻറ്റി പാരലായിട്ട് ഒന്ന് മുകളിലേക്കും ഒന്ന് താഴേക്കും പോവുകയാണെങ്കിൽ അവ നമ്മൾ എന്ത് ചെയ്യും, റിപ്പൽ ചെയ്യും. അങ്ങനെ ഒരു പോയിന്റ് കൂടി ഇതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിച്ചു വെക്കണം. അതുമായി ബന്ധപ്പെട്ട ഫീൽഡിൻ്റെയും കറണ്ടിൻ്റെയും ഒക്കെ ഡയറക്ഷൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു, അതൊക്കെ ഓർത്തു വെക്കാം. അപ്പോൾ അതാണ് ഈ കാര്യവുമായി ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കാനുള്ളത്. ഇതുമായി റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് 1 ആംപിയർ ഡിഫൈൻ ചെയ്യാൻ. എപ്പോഴാണ് ഇതിലൂടെ ഒരു കണ്ടക്ടറിലൂടെ പോകുന്ന കറണ്ടിന് നമ്മൾ 1 ആംപിയർ എന്ന് പറയാം? നോക്കൂ, ഈ ഇക്വേഷൻ വെച്ച് നമുക്ക് പറയാൻ പറ്റും. രണ്ടിലൂടെയും പോകുന്നത് സെയിം കറണ്ടാണ്. നമുക്ക് എത്രയെന്ന് അറിയില്ല എന്ന് വിചാരിക്കും. I1 ഈക്വൽ ടു എത്രയാണ്, I2 ആണ്. അപ്പോൾ രണ്ടും തമ്മിൽ വെച്ചിട്ടുള്ള ഡിസ്റ്റൻസ് R ഈക്വൽ ടു എത്രയാണ്, 1 മീറ്റർ ആണ്. അപ്പോൾ സെയിം കറണ്ട് ഒഴുകുന്ന രണ്ട് കണ്ടക്ടറുകൾക്കിടയിൽ ലെങ്ത് 1 മീറ്റർ ആണെന്ന് വിചാരിക്കും. അങ്ങനെയാണെങ്കിൽ ഈ ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാം. F/L ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് അല്ലെങ്കിൽ F എന്ന് എഴുതാറുണ്ട്, സിംപ്ലി F എന്ന് എഴുതാറുണ്ട്. ഇക്വേഷന് ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് F എന്ന് എഴുതാറുണ്ട്. F ഈസ് ഈക്വൽ എത്രയാണ്, μ0 I1 I2 by 2πr എന്ന് കിട്ടും. μ0ന്റെ വാല്യൂ നമുക്കറിയാം എത്രയാ, 4π × 10⁻⁻⁷. താഴെ എത്രയുള്ളത് നോക്കൂ, 2πr ആണ്. 2π ഉള്ളൂ, r എത്രയാ, 1 ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ നമ്മൾ ക്യാൻസൽ ചെയ്താൽ 2 ആ കിട്ടുക അല്ലേ. ദെൻ ഇവിടെ നമ്മൾ പറഞ്ഞു I1 ഉം I2 ഈക്വൽ ആണ്. അപ്പോൾ I1 ഉം I2 ഈക്വൽ ആയതുകൊണ്ട് ഞാൻ I1 ഈക്വൽ ടു I2 ഈക്വൽ ടു I എന്ന് കൊടുത്തു. അപ്പോൾ I1 × I2 എന്ന് പറഞ്ഞാൽ I² വരും. ഇവിടെയുള്ള I എന്ന് പറയുന്നത് 1 ആംപിയർ ആണെങ്കിൽ ഈ കറണ്ട്, ഈ ഫോഴ്സ് എത്രയായിരിക്കും, ഫോഴ്സിൻ്റെ ആൻസർ എത്രയായിരിക്കും നോക്കൂ, 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആയിരിക്കും അല്ലേ. എന്താ ന്യൂട്ടൺ പെർ മീറ്റർ, ഫോഴ്സ് പെർ യൂണിറ്റ് ലെങ്ത് ആണ്, അതുകൊണ്ട് ന്യൂട്ടൺ പെർ മീറ്റർ. അപ്പോൾ അതിൽ നിന്നൊരു കൺക്ലൂഷനിൽ നമുക്ക് എത്തിച്ചേരാം, രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിലൂടെ 1 ആംപിയർ കറണ്ടാണ് പോകുന്നതെങ്കിൽ അവക്കിടയിൽ എത്ര ഫോഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ തമ്മിൽ 1 മീറ്റർ അകലത്തിലാണെങ്കിൽ അവക്കിടയിൽ 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. ഈ രീതിയിൽ നമ്മൾ 1 ആംപിയറിനെ ഡിഫൈൻ ചെയ്യാറുണ്ട്. 1 ആംപിയർ ഈസ് ദാറ്റ് കറണ്ട് വിച്ച് വെൻ ഫ്ലോയിങ് ത്രൂ എ സ്ട്രെയിറ്റ് കണ്ടക്ടർ placed 1 meter away from another parallel conductor carries the same current, repels with a force of 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ. ഓക്കെ, അപ്പോൾ 1 മീറ്റർ അകലെ വെച്ചിട്ടുള്ള രണ്ട് പാരലൽ കണ്ടക്ടേഴ്സിലൂടെ സെയിം കറണ്ട് ഒഴുകുമ്പോൾ അവക്കിടയിലുള്ള ഫോഴ്സ് 2 × 10⁻⁷ ന്യൂട്ടൺ പെർ മീറ്റർ ആണെങ്കിൽ ആ ഒഴുകിയ കറണ്ട് എത്ര ആയിരിക്കും, 1 ആംപിയർ കറണ്ട് ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് ആ വയറിലൂടെ ഒഴുകിയ ചാർജ് എത്രയായിരിക്കും, 1 സെക്കൻഡിൽ ഒഴുകിയ ചാർജ് നമുക്ക് 1 കൂളംബ് എന്ന് പറയാം അല്ലേ. ഒരു കണ്ടക്ടറിലൂടെ 1 ആംപിയർ കറണ്ട് ഒഴുകുന്നുണ്ടെങ്കിൽ 1 സെക്കൻഡിൽ എത്ര ചാർജ് ഒഴുകുന്നതിന് അർത്ഥം 1 കൂളംബ് ചാർജ് ഒഴുകുന്നുണ്ട്. ഇങ്ങനെ ഈ പാരലൽ കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഫോഴ്സുമായി റിലേറ്റ് ചെയ്യുന്ന ടോപ്പിക്കിൽ നിന്ന് 1 ആംപിയറും 1 കൂളംബും ഡിഫൈൻ ചെയ്യാനുള്ള പോയിന്റ്സ് നമ്മൾ പഠിച്ചു വെക്കാറുണ്ട്. അതുകൂടി ഇതിൻ്റെ കൂട്ടത്തിൽ പഠിച്ചു വെക്കുക. അപ്പോൾ നമ്മൾ അവസാനമായി ഡിസ്കസ് ചെയ്തത് പാരലൽ കറണ്ട്സിൻ്റെ ഇടയിലുള്ള ഫോഴ്സാണ്. Parallel currents attracts but anti-parallel current repels with a force per unit length of μ0 I1 I2 by 2πr. I1 I2 കറണ്ട്സ്, R എന്ന് പറഞ്ഞാൽ ആ കറണ്ട് ഒഴുകുന്ന സ്ട്രെയിറ്റ് ഇൻഫിനിറ്റ് കണ്ടക്ടേഴ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അതിൽ നിന്ന് നമുക്ക് കിട്ടിയ കൺസെപ്റ്റ് എന്താണ്, there are two forces, the two forces are equal and opposite, that means the force obeys Newton's third law of motion. Then finally നമ്മൾ പറഞ്ഞു ഇതിൽ നിന്ന് 1 ആംപിയറും 1 കൂളംബും നമുക്ക് ഡിഫൈൻ ചെയ്യാം. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഡിസ്കസ് ചെയ്തത് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ ആണ്. അതിൻ്റെ ആപ്ലിക്കേഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഈ പാരലൽ കണ്ടക്ടേഴ്സ് വരെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഓർക്കുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലോ ആണ് ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോ. ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ്
line integral of magnetic field over a closed loop is equal to mu 0 times the net current enclosed by the loop. ഓക്കെ, ലൂപ്പിനെ നമ്മൾ എന്ത് പറയും? ആംപീരിയൻ ലൂപ്പ് എന്ന് പറയും. അതിൽ നമുക്ക് സ്ട്രേറ്റ് കണ്ടക്ടറിന്റെ ഫീൽഡ് കണ്ടുപിടിച്ചു. ബി ഈക്വൽ ടു mu 0 I by 2 pi r. സോളിനോയിഡിന്റെയും ടോറോയിഡിന്റെയും ഫീൽഡ് കണ്ടുപിടിച്ചു. എന്തായിരുന്നു? mu 0 into ni. Then n means സ്മോൾ ലെറ്റർ n ആണ് രണ്ടിലും യൂസ് ചെയ്തത്. നമ്പർ ഓഫ് ടേൺസ് പെർ യൂണിറ്റ് ലെങ്ത് എന്ന് പറയുന്ന പുതിയൊരു ക്വാണ്ടിറ്റി നമ്മൾ അതിൽ പഠിച്ചു. ദെൻ ഏറ്റവും ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് എന്തായിരുന്നു? പാരലൽ കറൻസിന്റെ ഇടയിലുള്ള ഫോഴ്സ് ആണ് നമ്മൾ ഒരുപാട് നേരം പറഞ്ഞു. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ലോയുമായി റിലേറ്റ് ചെയ്ത് ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ 2 ഇമ്പോർട്ടൻറ്റ് ലോസ് ആണ്, ബയോട്ട് സവാർട്സ് ലോയും അതുപോലെ ആംപിയേഴ്സ് സർക്യൂട്ടൽ ലോയും അതിൻ്റെ ആപ്ലിക്കേഷൻസും ആണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. നന്നായിട്ട് വായിച്ച് നോക്കി പഠിക്കുക. അതുമായി ബന്ധപ്പെട്ട പ്രോബ്ലംസ് നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇക്വേഷൻസും കൺസെപ്റ്റൊക്കെ മനസ്സിലാക്കി വെക്കാം. തുടർന്നുള്ള ക്ലാസ്സുകളിൽ നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങൾ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.